നമസ്കാരം, സംവാദത്തിലേക്ക് സ്വാഗതം. മതവും ജാതിയും സാമൂഹിക അന്തരീക്ഷവും സൃഷ്ടിച്ച അന്ധകാരത്തിന്റെ നാളുകളിൽ നിന്നും ഒരുപക്ഷെ വെളിച്ചത്തിന്റെ വർത്തമാനത്തിലേക്ക് കൈപിടിച്ചു നടത്തിയത് കേരളത്തിലെ നവോത്ഥാന കാലഘട്ടമാണ്, നവോത്ഥാന നായകന്മാരാണ്. ഈ നായകന്മാരും ജാതിയും മതവുമെല്ലാം വീണ്ടും ചർച്ച ചെയ്യപ്പെടുന്ന ഈ സാഹചര്യത്തിൽ സംവാദം ഇന്ന് ചർച്ച ചെയ്യുന്നത് നവോത്ഥാനത്തിനെ കുറിച്ചാണ്, നവോത്ഥാനത്തിന്റെ ചരിത്രത്തിനെക്കുറിച്ചും വർത്തമാനകാലവുമായിട്ടുള്ള ബന്ധത്തിനെക്കുറിച്ചും. ഈ ചർച്ചയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് KPMSന്റെ മുൻ ജനറൽ സെക്രട്ടറി ശ്രീ TV ബാബു, ചട്ടമ്പിസ്വാമിയുടെ പന്മന ആശ്രമത്തിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് സ്വാമി ഗംഗേശാനന്ദ തീർത്ഥപാദർ, ശിവഗിരി മഠത്തിന്റെ പ്രതിനിധി സ്വാമി ഋതംബരാനന്ദ, ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ ജനറൽ സെക്രട്ടറി ശ്രീ സുധീർ ബാബു, ചരിത്ര അധ്യാപകൻ ഇടത് ചിന്തകൻ ഡോക്ടർ വിൻസെന്റ് PJ. ഈ ചർച്ച ശ്രീ സുധീർ ബാബുവിൽ നിന്ന് ആരംഭിക്കും. ഞാൻ ആ ചർച്ചയുടെ ഒരുപക്ഷെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ പഴയ കാലഘട്ടത്തിലേക്കും നവോത്ഥാനത്തിലേക്കും ഇന്നത്തെ ചർച്ചകളിലേക്കൊക്കെ വരുന്നതിന് മുമ്പ് ഈ ദിവസം ഒരു പണിമുടക്ക് ദിവസമാണ്. ആ പണിമുടക്ക് ദിവസത്തിൽ എല്ലാ ബുദ്ധിമുട്ടുകളെയും മറികടന്ന് ഇവിടെ എത്തിയ, ഒരുപക്ഷെ സംവാദത്തിനും ഒരു സംശയമുണ്ടായിരുന്നു കൃത്യമായിട്ട് എല്ലാവരും ഇവിടെ എത്തിച്ചേരുമോ എന്നുള്ളതിൽ. ഇതൊരു ലൈവ് പരിപാടിയാണ് ഈ ഒരു ദിവസത്തിൽ നടക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ആദ്യമേ അഭിനന്ദനങ്ങൾ, സന്തോഷം. ഒന്ന്. രണ്ട്, എല്ലാ കാലഘട്ടത്തിലും ജാതിയുമായും മതവുമായും ഒക്കെ ബന്ധപ്പെട്ട നവോത്ഥാനങ്ങളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഈ ദിവസത്തിന്റെ പ്രാധാന്യത്തിൽ ഒന്ന് ചോദിച്ചാൽ, ഇത് ലൈവായി നടക്കുന്ന ഈ ദിവസത്തിന്റെ പ്രാധാന്യവുമായി ബന്ധപ്പെട്ടൊന്ന് ചോദിച്ചാൽ, ഈ പ്രതിഷേധങ്ങൾക്ക്, പ്രതികരണങ്ങൾക്ക്, ഇത്തരത്തിലുള്ള പണിമുടക്കുകൾക്ക് ഒക്കെ ഒരു നവോത്ഥാനം ആവശ്യമാണ്. ഈ രീതിയിലും നവോത്ഥാനത്തിന്റെ ഒരു ഇൻഫ്ലുവൻസിന്റെ ആവശ്യമുണ്ട്. എല്ലാ കാലഘട്ടത്തിലും മനുഷ്യജീവിതവുമായി ബന്ധപ്പെട്ട പുരോഗമനങ്ങൾക്ക് പ്രതിരോധങ്ങളും പ്രതിഷേധങ്ങളും ആവശ്യമായിരുന്നിട്ടുണ്ട്. കേരള സമൂഹത്തിലും ഭാരതത്തിലെമ്പാടുമുള്ള ജീവിതത്തിലും പരിശോധിച്ചാൽ ഈ കാര്യം വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാവും. ചരിത്രം നമ്മളെ അത് കൃത്യമായി പഠിപ്പിക്കുന്നുമുണ്ട്. ഭാരതത്തിന്റെ ജീവിതത്തിൽ എല്ലാ കാലഘട്ടത്തിലും അപചയങ്ങളും നവോത്ഥാനങ്ങളും ഉണ്ടായിട്ടുണ്ട്. ദീർഘ പാരമ്പര്യമുള്ള ഭാരതത്തിന്റെ ജീവിതത്തിൽ, ചരിത്രത്തിൽ അത് പരിശോധിച്ചാൽ വ്യക്തമായി നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണത്. കേരളത്തിലും അത് തന്നെയാണ് സംഭവിച്ചത്. കേരളത്തിലും ഈ ഭാരതീയ പാരമ്പര്യം. അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ആ ചോദ്യം ചോദിച്ചത് ഈ ദിവസത്തിന്റെ ഇന്നത്തെ ദിവസത്തിൽ ഈ പ്രതിഷേധം പ്രസക്തമാണോ അല്ലയോ എന്നത് പരിശോധിക്കേണ്ടതാണ്. ഏത് കാര്യത്തിനും കയറി പ്രതിരോധിക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് പ്രത്യേകിച്ചും കേരളത്തിന്റെ മലയാളിയുടെ ഒരു സ്വഭാവമായി മാറിയിട്ടുണ്ട്. ജീവിതത്തെ പ്രതിസന്ധിയിലാക്കുന്ന, പുരോഗമനത്തെ തടയുന്ന, വളർച്ചയെ നിഷേധിക്കുന്ന പ്രതിഷേധങ്ങൾ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നടത്തിയാലും അത് അനുവദനീയമല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. വ്യക്തമാണ്. ഞാൻ തങ്ങളുടെ മറ്റ് വിഷയങ്ങളിലേക്ക് വരാം. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശ്രീ PJ വിൻസെന്റ്, ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ പിന്നിലേക്ക് പോയാൽ, ഒരുപക്ഷെ 1800കളുടെ പകുതിയുടെ കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തിയാൽ, ചട്ടമ്പിസ്വാമി ആകട്ടെ, നാരായണ ഗുരു ആകട്ടെ, വാഗ്ഭടാനന്ദനാകട്ടെ, അയ്യങ്കാളിയാകട്ടെ, ഇവർക്കെല്ലാം സമൂഹത്തിൽ ശക്തമായി ഇടപെടേണ്ടി വന്നിട്ടുണ്ട്. എന്തായിരുന്നു ഇടപെടേണ്ടി വന്ന സാഹചര്യം? അതിനെ എങ്ങനെയാണ് താങ്കൾ വായിക്കുന്നത്? ചരിത്രപരമായി നമ്മൾ പരിശോധിച്ചാൽ ലോകത്തിൽ യുദ്ധപര്യന്തമുണ്ടായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ദീർഘകാലം നിലനിൽക്കുന്നതും പ്രയോഗക്ഷമവുമായ ഒരു ചൂഷണാത്മക വ്യവസ്ഥയാണ് ജാതി വ്യവസ്ഥ. അത് മനുഷ്യനെ മാനസികമായും ആത്മീയമായും കായികമായും അടിപ്പെടുത്തുന്ന ഒരു അധീശ പ്രക്രിയ അതിൽ അന്തർലീനമായിട്ടുണ്ട്. അപ്പോൾ ഭാരതീയ സംസ്കൃതിയുടെ മഹത്തായ മൂല്യങ്ങളെല്ലാം തട്ടി തകർന്നു പോയിട്ടുള്ളത് ഈ ജാതി വ്യവസ്ഥയുടെ വിവേചനത്തിലാണ്. മനുഷ്യരെ തുല്യരായി കാണാത്ത ഒരു വ്യവസ്ഥയ്ക്കും അതിജീവിക്കാൻ സാധിക്കില്ല. എല്ലാ മനുഷ്യരും തുല്യരാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. തുല്യത ഒരു ജീവിതാനുഭവമായി മാറണം.
അപ്പോൾ മനുഷ്യനെ ഇന്ത്യയിൽ ജനാധിപത്യത്തിന് വേര് പിടിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ജാതി വ്യവസ്ഥയുടെ വിവേചനത്തെ തകർത്തേ മതിയാവും. ആ ജാതി നിലനിന്ന കാലത്ത് ജാതി വേണ്ട എന്നല്ല ഗുരുദേവനും പറയുന്നത്, ജാതി ഭേദം പാടില്ല എന്ന്. വ്യത്യസ്ത ജാതികളും മതങ്ങളൊക്കെ ഉണ്ടായിക്കോട്ടെ, പക്ഷേ തൊട്ടടുത്ത് നിൽക്കുന്ന മനുഷ്യനുമായിട്ടുള്ള എന്റെ ബന്ധത്തിൽ ജാതിയും മതവും ഒരു ഘടകമായിരിക്കില്ല എന്ന് ചിന്തിക്കുന്ന മനോഭാവത്തിലേക്ക് മനുഷ്യരെ ഉദ്ധരിക്കാൻ കഴിയണം. അത് സാധിക്കില്ല എന്ന് അത് കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, സമസ്തവും ജാതി അടിസ്ഥാനമാക്കി. 19ാം നൂറ്റാണ്ടിലേക്ക് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ജാതിയും മതവും മനുഷ്യന്റെ ജീവിതത്തിൽ മൗലികമായിരുന്നു. അങ്ങനെ ഒരു മേൽക്കീഴ് ബന്ധത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു ജാതി വ്യവസ്ഥ നിലനിന്നപ്പോൾ അതിന്റെ ഏറ്റവും മുകൾ തട്ടിൽ വിരാജിച്ചേർന്നവർക്ക് മാത്രം എല്ലാ സൗഭാഗ്യങ്ങളും കിട്ടുകയും മറ്റ് ജനകൂടികൾ പുഴുക്കളെ പോലെ നരയിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിൽ ഇടപെടേണ്ടി വന്നത്. ഞാൻ സ്വാമിമാരിലേക്കും ശ്രീ ടി വി ബാബുവിലേക്കും വരുന്നതിന് മുമ്പ് സുധീർ ബാബുവിലേക്ക് ഒന്നുകൂടെ വരുന്നു. കാരണം നിങ്ങൾ രണ്ടുപേരും രണ്ട് പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നവരും ഫോളോ ചെയ്യുന്നവരുമാണ്. അപ്പൊ രണ്ടുപേരുടെയും വായന പങ്കുവച്ചിട്ട് നമുക്ക് മറ്റു വിഷയങ്ങളിലേക്ക് വരാം. എങ്ങനെയാണ് ആ 1800കളുടെ മധ്യഭാഗത്തിനെ ശ്രീ സുധീർ ബാബു കാണുന്നത്? നിശ്ചയമായും ഭാരതത്തിന്റെ ചരിത്രത്തിൽ, കേരളത്തിൽ മാത്രമല്ല ഭാരതത്തിന്റെ ചരിത്രത്തിൽ മൊത്തത്തിൽ ജീവിതത്തിൽ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ കാണുന്നത് മാലിന്യങ്ങൾ അടിഞ്ഞുകൂടി ജീവിതത്തെ തടസ്സപ്പെടുത്തുന്ന ഒരു വലിയ നദിയായി, പ്രവാഹത്തെ തടസ്സപ്പെടുന്ന ഒരു വലിയ നദിയായി ഭാരതീയ ജീവിതത്തെ കണക്കാക്കിയാൽ ഭാരതത്തിൽ എല്ലാ സംസ്ഥാനങ്ങളിലും എല്ലാ ദേശങ്ങളിലും ജാതീയമായ ഉച്ചനീചത്വങ്ങൾ കൊണ്ട് വളരെ കഷ്ടതകൾ അനുഭവിക്കേണ്ടി വന്ന ബഹുഭൂരിപക്ഷം മനുഷ്യർ ജീവിച്ചിരുന്ന സ്ഥലമാണിത്. അതുകൊണ്ട് പ്രധാനമായും വിവേകാനന്ദ സ്വാമികൾ ഭാരതത്തിന്റെ എല്ലാ പ്രദേശങ്ങളിലും ഈ ജാതി വ്യവസ്ഥ അതിന്റെ നിഷ്ഠുരാവസ്ഥകൾ പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിലും കേരളത്തിൽ വന്നിട്ട് കേരളത്തിന്റെ ചില പ്രത്യേക സവിശേഷതകളുണ്ട്. കേരളത്തെ ഭ്രാന്താലയം എന്ന് അദ്ദേഹം വിളിച്ചു. കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിക്കുമ്പോൾ സ്വാമി വിവേകാനന്ദൻ ജനിക്കുകയും വളരുകയും ചെയ്ത ബംഗാളിൽ പോലും വളരെ രൂക്ഷമായ രീതിയിൽ ഈ ജാതി വ്യവസ്ഥ നിലനിന്നിരുന്നു. മറ്റു പ്രദേശങ്ങളിലും ഭാരതത്തിന്റെ മറ്റു പ്രദേശങ്ങളും ഉണ്ടായിരുന്നു, കേരളത്തിലും അതുണ്ടായിരുന്നു. എന്നാൽ മറ്റു പ്രദേശങ്ങളെയൊന്നും സ്വാമി വിവേകാനന്ദൻ ഭ്രാന്താലയം എന്ന് വിളിക്കാതെ കേരളത്തെ മാത്രം ഭ്രാന്താലയം എന്ന് വിളിച്ചതിന് ഒരു സവിശേഷത കൂടി ഉണ്ടായിരുന്നു. കേരളത്തിലെ ഏതെങ്കിലും ഒരു ഈഴവനോ പുലയനോ പറയനോ ജാതിയിൽ താഴ്ന്ന ആളുകൾ ഇസ്ലാം മതത്തിലേക്ക് ചേരുകയോ ഒരു ക്രിസ്ത്യൻ നാമം സ്വീകരിക്കുകയോ ചെയ്താൽ അന്ന് ആ സെക്കൻഡിൽ അയാളുടെ തീണ്ടൽ അവസാനിക്കുമായിരുന്നു. അതേ ആൾ, അതേ പുലയൻ, അതേ ഈഴവൻ ഒരു ക്രിസ്ത്യാനിയായി മാറുകയോ ഇസ്ലാമായി മാറുകയോ ചെയ്താൽ അപ്പോൾ അവസാനിക്കുന്ന ഒരു തീണ്ടലേ ഉണ്ടായിരുന്നുള്ളൂ. മനുഷ്യർക്കായിരുന്നില്ല തീണ്ടൽ, മതത്തിനും ജാതിക്കുമായിരുന്നു. അതുകൊണ്ടാണ് ഭ്രാന്താലയം. ജാതിയെ കാണുന്ന സാഹചര്യത്തിൽ തന്നെ ഒരു പക്ഷേ നോക്കൂ, താങ്കൾ ആ പറഞ്ഞ വാക്കുകളിൽ തന്നെ പറയനും പുലയനും പോലെ ജാതിയിൽ താഴ്ന്നവർ എന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ പോലും ഒരുപക്ഷെ ഈ കാലഘട്ടത്തിൽ പോലും ജാതിയിൽ ഉയർന്നവരെന്നും ജാതിയിൽ താഴ്ന്നവരെന്നും നമ്മുടെ സംഭാഷണത്തിനിടയിൽ കടന്നു വരുന്ന രീതിയിൽ നമ്മുടെ മനസ്സിനെ പലപ്പോഴും ഇത് ബാധിക്കുന്നുണ്ട്. താങ്കളുടെ അല്ല, പലപ്പോഴും പൊതുസമൂഹത്തിന്റെ മൊത്തത്തിനെയാണ് ഞാൻ ചിന്തിക്കുന്നത്. രൂപപ്പെടുത്തിയിട്ടുണ്ട്. നായരും ഈ ഗണത്തിൽ തന്നെയാണ്, ശൂദ്രനാണ്. അത് ഈ പഴയ മഹാരാജ് കോളേജിലേക്ക് രജിസ്റ്റർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നായരായിട്ടുള്ള ആളുകൾ നായർ എന്നുള്ള കാസ്റ്റ് അല്ല, ശൂദ്ര എന്നാണ്. മാത്രമല്ല നായന്മാരായിട്ടുള്ള അധ്യാപകർ ക്ലാസ്സിലുള്ളപ്പോൾ രാജ കുടുംബത്തിൽപ്പെട്ട ആളുകൾ താമസിച്ച ക്ലാസ്സിൽ വരുള്ളൂ. കാരണം അധ്യാപകൻ ക്ലാസ്സിൽ വരുമ്പോൾ എല്ലാ വിദ്യാർത്ഥികളും എഴുന്നേറ്റ് നിൽക്കണം. നായരായിട്ടുള്ള ഒരു അധ്യാപകൻ ക്ലാസ്സിലേക്ക് വരുമ്പോൾ രാജകുടുംബത്തിൽപ്പെട്ട ഒരു കുട്ടി എഴുന്നേറ്റ് നിൽക്കുന്ന ഒഴിവാക്കാൻ അധ്യാപകൻ ക്ലാസ്സിൽ വന്നതിന് ശേഷമേ സമ്പ്രദായത്തിൽ ഉൾപ്പെട്ടു എന്നത് മാത്രമേ ഉള്ളൂ ഒരു വ്യത്യാസം ഒരു പക്ഷേ വരുന്നത് അല്ലേ? സ്വാമി ഋതംബരാനന്ദ, ജാതിയായിരുന്നുവോ കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം ഒരു കാലഘട്ടത്തിൽ? ഇന്ന് ഈ ജാതീയത എങ്ങനെയാണ് നമ്മളെ ബാധിക്കുന്നത്? ഇപ്പോൾ 1855 ഗുരുദേവന്റെ ജനനം. അപ്പൊ അതുമുതൽ ഇങ്ങോട്ട് വരുന്ന ആ ഒരു കാലഘട്ടം എടുത്ത് പരിശോധിക്കുമ്പോൾ നൂറ്റാണ്ടുകളായി ഒരു വിഭാഗം ആളുകളെ പതിതരായി ചവിട്ടി താഴ്ത്തപ്പെട്ട് ജീവിതത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് ആട്ടി അകറ്റപ്പെട്ടൊരു സാഹചര്യമായിരുന്നു. വഴി നടക്കാൻ സ്വാതന്ത്ര്യമില്ല, വസ്ത്രം ധരിക്കാൻ സ്വാതന്ത്ര്യമില്ല, ആഭരണങ്ങൾ ഉപയോഗിക്കാൻ സ്വാതന്ത്ര്യമില്ല, വിദ്യാലയങ്ങളിൽ പോകാൻ സ്വാതന്ത്ര്യമില്ല, പൊതുനിരത്തിലൂടെ പൊതു സ്ഥലങ്ങളിൽ പ്രവേശിക്കാൻ പാടില്ല. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഒരു സാധാരണ ഒരു മനുഷ്യന് ഭൗതികമായ കാര്യങ്ങൾ തുടങ്ങി ആത്മീയമായ കാര്യങ്ങൾ, മനുഷ്യന്റെ മൗലികവും പ്രഥമവും പ്രധാനവുമായ അവകാശമാണ് ഈശ്വരാരാധന നടത്താനുള്ള സ്വാതന്ത്ര്യം. അതുപോലും നിഷേധിക്കപ്പെട്ടിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ശ്രീനാരായണ ഗുരുവിനെ പോലെയുള്ള ആളുകൾക്ക് ഇതിൽ ഇടപെടേണ്ടി വരുന്നത്.
അപ്പൊ ശ്രീനാരായണ ഗുരുദേവൻ പറയുന്നത് ജാതി വ്യത്യാസം എന്നുള്ളതിനപ്പുറത്ത് ജാതി തന്നെ നിരർത്ഥകമാണെന്നാണ്. ഗുരുവിന്റെ മഹത്തായ സന്ദേശം ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്നുള്ളതാണ്. ആ സന്ദേശവും അതോടൊപ്പം തന്നെ 1888 അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തിയിട്ട് അവിടെ എഴുതി വെപ്പിച്ച ഒരു മാനവികമായൊരു സന്ദേശമുണ്ട്, ഒരു വിളംബരമുണ്ട്. ജാതിഭേദം, മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന ഒരു മാതൃകാ സ്ഥാനമാം ഇത്. അങ്ങനെയുള്ളൊരു മാതൃകാ ലോകത്തെയാണ് ഗുരു വിഭാവനം ചെയ്തത്. അപ്പൊ അതിനകത്ത് ഒരു ജാതി എന്ന് പറയുന്നത് ഭാവിയിൽ ദുർവ്യാഖ്യാനം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ടെന്ന് ഗുരു ദീർഘവീക്ഷണം ചെയ്യുകയും ആർക്കും അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാത്ത വിധം ഗുരുദേവൻ തന്നെ ജാതി നിർണയം, ജാതി ലക്ഷണം എന്നീ പേരുകൾ 2 കൃതികൾ രചിക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ സുഹൃത്തിവിടെ പറഞ്ഞു, ഗുരുദേവൻ ജാതി ഭേദത്തെയാണ് തള്ളിയത്, ജാതിയെ തള്ളി കളഞ്ഞിട്ടില്ല എന്നൊരു അഭിപ്രായം ഇവിടെ വന്നു. അപ്പൊ അവിടെ എനിക്ക് പറയാനുള്ളൊരു മറുപടി, മനുഷ്യാണാം മനുഷ്യത്വം ജാതിർഗോത്വം ഗവാം യഥ ന ബ്രാഹ്മണാതിരസൈവം ഹാ തത്വം വേത്തി ഗോപിന എന്നാണ് ജാതി നിർണയത്തിന്റെ ആദ്യത്തെ പദ്യം. അത് സംസ്കൃതമാണ്. അതിന്റെ അർത്ഥം മനുഷ്യന്റെ ജാതി മനുഷ്യത്വമാണ്. ഒരു കുടുംബത്തിൽ പിറന്നതുകൊണ്ട് ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ തുടങ്ങി ഉത്തരേന്ത്യയിൽ നിലനിന്നിരുന്നത്. ഉത്തരേന്ത്യയിൽ വർണ്ണവ്യവസ്ഥയാണ് നിലനിന്നത്. കേരളത്തിലാണ് ജാതി വ്യവസ്ഥ. അവിടെ നിലനിന്നിരുന്ന വർണ്ണവ്യവസ്ഥയിൽ തുടങ്ങി കേരളത്തിൽ അന്ന് തിരുവിതാംകൂറും തിരുക്കൊച്ചിയും മലബാർ പ്രദേശങ്ങളായി നിന്ന് ചെറിയ ചെറിയ രാജാക്കന്മാരും ബ്രിട്ടീഷുകാരുടെ പൊതുവിലുള്ള ആധിപത്യവും നിലനിൽക്കുന്ന ആ സമയം മുതൽ ഉള്ള ഈ ജാതി വ്യവസ്ഥ എന്ന് പറയുന്നത് രണ്ടും രണ്ടാണ്. മറ്റേത് വർണ്ണവ്യവസ്ഥയും ഇത് ജാതി വ്യവസ്ഥയുമാണ്. അപ്പൊ ഇവിടെ ഗുരുദേവൻ പറയുന്നത് ന ബ്രാഹ്മണാതിരസൈവം ഹാ തത്വം വേത്തി ഗോപിന എന്ന് പറയുന്നുണ്ട്. മനുഷ്യാണാം മനുഷ്യത്വം ജാതിർഗോത്വം ഗവാം യഥ. എങ്ങനെ ഒരു ഗോവിന് ഗോത്വം ജാതിയായിരിക്കുന്നു. ഗോശബ്ദം സംസ്കൃതമാണ്. അതിന് പശുവെന്നും കാളയെന്നും ഉപയോഗിക്കാം. രണ്ടിനും പൊതുവായൊരു പേരാണ് ഗോ എന്ന് പറയുന്ന ശബ്ദം. അപ്പൊ എങ്ങനെയാണോ ഒരു ഗോവിന് ഗോത്വം ജാതിയായിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു വാനരന് വാനരത്വം ജാതിയായിരിക്കുന്നത്, അതുപോലെ മനുഷ്യന്റെ ജാതി മനുഷ്യത്വമാണ്. അതല്ലാതെ ഒരു കുടുംബത്തിൽ പിറന്നതുകൊണ്ട് ഞാൻ ബ്രാഹ്മണനാണ്, ക്ഷത്രിയനാണ്, വൈശ്യനാണ്, ശൂദ്രനാണ് എന്ന് വ്യവഹരിക്കുന്നതിന് യാതൊരു അടിസ്ഥാനവുമില്ല എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഹാ തത്വം വേത്തി കോവിന, ഈ സത്യത്തെ, ഈ തത്വത്തെ ആരും തന്നെ അറിയുന്നില്ലല്ലോ എന്ന് അത്ഭുതം കൂറിക്കൊണ്ട് ആ പദ്യം അവസാനിപ്പിക്കുകയും തുടർന്ന് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്, ഒരു യോനി, ഒരാകാരം, ഒരു ഭേദവുമില്ലതിൽ. ഒരു യോനി മനുഷ്യന്റെ ഉത്പത്തി സ്ഥാനം ഒന്നാണ്. എല്ലാ മനുഷ്യരും അമ്മയിൽ നിന്നാണ് ജനിച്ചിട്ടുള്ളത്. ആരെങ്കിലും അച്ഛനിൽ നിന്ന് ജനിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ മറ്റൊരു ജാതിയായി കണക്കാക്കാം. അപ്പൊ അമ്മയിൽ നിന്ന് ജനിച്ചിട്ടുള്ള, സ്ത്രീയിൽ നിന്ന് ഉത്പന്നമായിട്ടുള്ള എല്ലാ മനുഷ്യരും, അയാൾ അമേരിക്കക്കാരനാകട്ടെ, ആഫ്രിക്കക്കാരനാകട്ടെ, ശ്രീലങ്കക്കാരനാകട്ടെ, തിരുവിതാംകൂറുകാരനാകട്ടെ, എവിടെയുള്ള ആളായാലും, ലോകത്തിന്റെ ഏത് ഭാഗത്തുള്ള ആളായാലും അമ്മയിൽ നിന്ന് ജനിച്ചിട്ടുള്ള എല്ലാവരും ഒരേ ജാതിയിൽപ്പെടും. വ്യക്തമാണ്. ഞാൻ തിരിച്ചു വരാം. സ്വാമി ഗംഗേശാനന്ദ തീർത്ഥപാദ, ഒരു പക്ഷേ ഒരു കാലഘട്ടത്തിൽ ഈ നവോത്ഥാന പ്രസ്ഥാനങ്ങളിൽ അയ്യങ്കാളിയായാലും ചട്ടമ്പിസ്വാമി ആയാലും ഒക്കെ ഗുരുദേവനായാലും ഒക്കെ എതിർത്തിരുന്നത് അന്ന് നിന്നിരുന്ന ഉച്ചനീചത്വങ്ങൾ, ജാതി സമ്പ്രദായത്തിലെ അയിത്തം, ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളെയായിരുന്നു. ജാതിയെ എങ്ങനെ കാണാൻ വേണ്ടിയിട്ടാണ് ചട്ടമ്പി സ്വാമി പഠിപ്പിച്ചിട്ടുള്ളത്, പറഞ്ഞിട്ടുള്ളത്? നമ്മുടെ ഭാരത ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ അതിൻ്റെ ഒരു ദൈർഘ്യം, തുടക്കം പറയാൻ കൃത്യമായിട്ട് ഇപ്പോഴും സാധിക്കത്തില്ല. ഏറ്റവും പഴക്കമുള്ള സംസ്കാരങ്ങളിലൊന്നാണ് ഭാരത സംസ്കാരം. ഇന്ന് ലോകത്ത് നിലനിൽക്കുന്ന സംസ്കാരങ്ങളിൽ ഏറ്റവും പഴക്കമുള്ള സംസ്കാരമാണ് ഭാരത സംസ്കാരം. അതിൽ ഒത്തിരി തെറ്റുകളും ശരികളും കാലാകാലങ്ങളിൽ കടന്നുകൂടുകയും ഓരോ സമയത്തും അത് തിരുത്താൻ ഇവിടെ ഗുരുക്കന്മാർ ആവിർഭവിക്കുകയും ചെയ്യുക. അല്ലാതെ മോഡേൺ മാനേജ്മെന്റ് വഴി നമ്മൾ സൃഷ്ടിക്കുകയല്ല. പ്രകൃതി തന്നെ ഇവിടെയുള്ള സനാതന ധർമ്മം എന്ന് പറഞ്ഞാൽ ആ ഒരു സങ്കല്പം തന്നെ സൃഷ്ടിക്കുക ചെയ്തത്. ഇവരെല്ലാം ഇപ്പോൾ ഗുരുദേവനായാലും ചട്ടമ്പിസ്വാമികളായാലും ഇവരൊക്കെ സാധാരണഗതിയിൽ ജനിച്ച ആൾക്കാരാണ്. ഏതെങ്കിലും ഒരു വലിയ ഗൃഹത്തിൽ വലിയ പാരമ്പര്യത്തോട് ജനിച്ചാന്ന് പറയാൻ നിവൃത്തിയില്ല മറ്റു തലങ്ങളിൽ ചിന്തിക്കുമ്പോൾ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഓരോ കാലങ്ങളിലും ഈ ഒരു നവോത്ഥാനം, ഒരു പരിഷ്കരണം ഇവിടെ സംഭവിച്ചിട്ടുണ്ട് ഭാരതത്തിൽ. കേരളത്തില് ഈ പറയുന്നത് വെച്ച് രൂക്ഷമായിരുന്നു അതിൻ്റെ ഒരു അവസ്ഥ ശരിക്കും പറഞ്ഞാൽ. അങ്ങനെ വരുമ്പോൾ ചട്ടമ്പിസ്വാമി തിരുവടികൾ തന്നെ ചെറുപ്പത്തിലൊക്കെ ആ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട്. അദ്ദേഹം കുഞ്ഞായിട്ട് ജനിക്കുമ്പോൾ തന്നെ കൊന്നമ്പുല്ലാണ് ജനിച്ചത്.
അങ്ങനെ മുന്നോട്ട് അദ്ദേഹം ശ്രമിച്ച ഒരു കാര്യം എനിക്ക് തോന്നുന്നത്, അദ്ദേഹം ഒരു പ്രസ്ഥാനം ഉണ്ടാക്കാതെയാണ് ഇതിനെതിരെ പോരാടിയത്. യഥാർത്ഥത്തിൽ മറ്റെല്ലാ ആൾക്കാരും ഒരു പ്രസ്ഥാനം ഉണ്ടാക്കിയിട്ടുണ്ട് പൊരുതാൻ വേണ്ടി. പക്ഷെ ചട്ടമ്പിസ്വാമിജിയുടെ ഒരു പ്രസ്ഥാനം ഉണ്ടാക്കിയില്ല, ഒരാശ്രമം സ്ഥാപിച്ചില്ല, മറ്റു കാര്യങ്ങളൊന്നും ചെയ്തില്ല. അദ്ദേഹത്തിന്റെ ആ രൂക്ഷത മനസ്സിലാക്കി ഗുരുദേവനെ പോലെയുള്ളവരെയും സഹോദരയ്യപ്പൻ്റെ അച്ഛനെ പോലെയുള്ളവരുടെയും വീടുകളിൽ ചെല്ലുകയും, നമ്മുടെ തിരുവിതാംകൂറിലാണെങ്കിൽ പെരുന്നെല്ലി കൃഷ്ണവൈദ്യനും വെളുത്തേരി കേശവൻ തുടങ്ങിയ ഈഴവ പ്രമാണിമാരും വൈദ്യന്മാരും ധനാഢ്യന്മാരും അവർക്ക് ഈഴവരായിരുന്നു. പക്ഷെ അവർക്ക് ഈ പറയുന്നതായ ഒരു അംഗീകാരം അന്ന് സമൂഹത്തിൽ കിട്ടി. ഇവരൊക്കെ സ്വാമി തിരുവടികളെ ഗുരുവായിട്ട് ഭരിച്ച ആൾക്കാരാണ്, അദ്ദേഹത്തിന്റെ കൂടെ സഞ്ചരിച്ചിട്ടുള്ള ആൾക്കാരാണ്. സ്വാമി തന്നെ പറഞ്ഞിട്ടുണ്ട്, പെരുന്നെല്ലിയും വെളുത്തേരിയില്ലെങ്കിൽ ഞാൻ കവിത പോലും രചിക്കില്ലായിരുന്നു പറഞ്ഞിട്ടുണ്ട്. ആ കാര്യത്തിൽ ഇടപെടില്ലായിരുന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം ചെയ്ത ഏറ്റവും ഒരു പ്രധാന കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, അദ്ദേഹം ഒരിക്കലും ഈ പാരമ്പര്യത്തെ തള്ളിപ്പറഞ്ഞില്ല. അദ്ദേഹം എഴുതിയൊരു കൃതിയാണ് വേദാധികാര നിരൂപണം. ആ വേദാധികാര നിരൂപണം എന്ന് പറഞ്ഞാൽ അത് വായിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ട് ആ എഴുതിയ കടലാസിന് തീ പിടിച്ചിട്ടില്ല എന്നാണ് നിരൂപകന്മാർ അത്ര രൂക്ഷമായ രീതിയിൽ. എന്നാൽ ഈ പാരമ്പര്യത്തെ വേദത്തെ തള്ളിപ്പറയാതെയും അവിടെയാണ് അതിന്റെ പ്രാധാന്യം. ഇപ്പൊ രാമസ്വാമി നായ്ക്കനെ പോലുള്ള ആൾക്കാർ കീമാനം എഴുതിയത് മൊത്തം സംസ്കാരത്തെ തള്ളിക്കൊണ്ടാണ്. പക്ഷെ ചട്ടമ്പിസ്വാമിജിയുടെ വേദത്തിൽ നിന്നാണ് ഉദ്ധരിച്ചത്. വേദം എല്ലാവർക്കും പഠിക്കാനുള്ളതാണ്. അത് ജാതി മതഭേദമന്യേ ആർക്കും വായിക്കാം, പഠിക്കാം. അതാണ് അങ്ങനെയുള്ള കൃതികളിലൂടെ അന്ന് നിലനിന്നിരുന്ന അന്ധവിശ്വാസങ്ങളെയും അനാചാര്യങ്ങളെയും നമ്മുടെ ചരിത്രത്തെ തന്നെ ഉദ്ധരിച്ചുകൊണ്ട് മാറ്റി എഴുതപ്പെടുകയും അങ്ങനെ ശ്രമിച്ചിട്ടുള്ള ആളാണ്. അല്ലാതെ ഒന്നിനെ കംപ്ലീറ്റ് നിഷേധിക്കുക, ഇത് പറയാനുള്ളതെല്ലാം തെറ്റാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. അദ്ദേഹം ആ സംസ്കാരത്തെയും ഇതിനെ, കാരണം ഭാരതീയ സംസ്കാരം വേദങ്ങളെ അംഗീകരിക്കുന്നത് ആസ്തിക ദർശനവും അംഗീകരിക്കാത്തത് നാസ്തിക ദർശനമാണ്. ആ ആസ്തികതയിൽ നിന്നുകൊണ്ട് തന്നെ അതിനുള്ളതായ ശരികളെ എടുത്തു കാട്ടുക ചട്ടമ്പിസ്വാമിജികൾ തിരിച്ചു വരാം. ശ്രീ TV ബാബു, താങ്കൾ എങ്ങനെയാണ് ആ കാലഘട്ടത്തിനെ കാണുന്നത്? അയ്യങ്കാളി ഉൾപ്പെടെയുള്ളവരുടെ ഇടപെടലിനെ കാണുന്നത്? ഇവിടെ മുമ്പ് സൂചിപ്പിച്ചതുപോലെ അന്ന് നിലനിന്നിരുന്ന അടിമത്ത വ്യവസ്ഥയ്ക്കെതിരായ തൻ്റെ സ്വാതന്ത്ര്യം സ്ഥാപിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള ഉജ്ജ്വലമായ പോരാട്ടങ്ങൾ, തൻ്റെ ജനതയ്ക്ക് നിഷേധിച്ച വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ, തനിക്ക് നിഷേധിച്ച ഭൂമിക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ, മഹാത്മാ അയ്യങ്കാളി തുടങ്ങിവെച്ച ഭൂമിക്കും വിദ്യയ്ക്കും തൊഴിലിനും വേണ്ടിയുള്ള പോരാട്ടങ്ങൾക്ക് ജനാധിപത്യ ഇന്ത്യയോ കേരളമോ ഇതുവരെ ഇടപെട്ടിട്ടില്ല എന്നുള്ളൊരു വസ്തുതയാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇതിനടുത്ത് ചേർത്ത് വെച്ച് പറയാനുള്ളത്, ജാതി വ്യവസ്ഥ വളരെ ക്രൂരമായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കും. പക്ഷേ ഈ ജാതി വ്യവസ്ഥയിൽ ഞാൻ ഏറ്റവും കൂടുതൽ തള്ളിപ്പറഞ്ഞിട്ടുള്ളത്, ഏറ്റവും കൂടുതൽ നിഷേധിച്ചിട്ടുള്ളത് ബ്രാഹ്മണിസത്തെയാണ്. ഒരുപാട് തള്ളിപ്പറഞ്ഞിട്ടുണ്ട് ഞാൻ ബ്രാഹ്മണിക്ക്. പക്ഷേ നമ്മൾ പരിശോധിക്കുമ്പോൾ കേരളത്തിലെ ജാതി വ്യവസ്ഥ പരിശോധിച്ചാൽ അന്തർജനങ്ങൾ അന്തഃപുരത്തിൽ നശിച്ചു പോയവരാണ്. ഒരുപക്ഷെ അവരുടെ ജനസംഖ്യ ഇത്രമാത്രം കുറഞ്ഞതിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം പരിശോധിച്ചാൽ ബ്രാഹ്മണരുടെ കുടുംബത്തിൽ തന്നെ തീർത്താൽ തീരാത്ത ശാപങ്ങളുണ്ടായിരുന്നു. അവർക്ക് ജീവിതം കൊടുത്തില്ല. എത്രയോ സ്ത്രീകളാണ് വിവാഹം കഴിക്കാൻ അവസരം കിട്ടാതെ ഹോമിക്കപ്പെട്ടത്. സ്വന്തം ജീവിതം ഹോമിക്കപ്പെട്ട ദുരന്തമാണ് ബ്രാഹ്മണ കുടുംബങ്ങളിൽ സംഭവിച്ചത്. മറിച്ച് നമുക്ക് പടിപടിയായിട്ട് പരിശോധിക്കുമ്പോൾ ഈ സ്വാതന്ത്ര്യ നിഷേധം കേവലം ഒരു ജാതിയിൽ ഒതുങ്ങുന്നില്ല. ബ്രാഹ്മണൻ മുതൽ പുലയൻ വരെയുള്ള, പുലയനാണ് ഏറ്റവും താഴെത്തട്ടിലുള്ള ജനത, ആ താഴെത്തട്ടിലുള്ള പുലയൻ ഉൾപ്പെടെയുള്ള ബഹുവിധ ജാതികൾ, ഉപജാതികൾ, അവരെല്ലാം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പീഡിപ്പിക്കപ്പെട്ടിരുന്നു, അവർ പ്രീണിപ്പിക്കപ്പെട്ടിരുന്നു. പക്ഷേ ലോകത്ത് ഇത്രമാത്രം ജനിക്കുമ്പോൾ തന്നെ അടിമയായി സ്വയം അറിഞ്ഞുകൊണ്ട് ഞാൻ അടിമയാണെന്ന് സമ്മതിച്ചുകൊണ്ട് ജീവിക്കുകയും മരിക്കുകയും ചെയ്യുന്ന ഒരു വ്യവസ്ഥിതി രൂപപ്പെടുത്തിയ ആള് നിസ്സാരക്കാരനല്ല. പക്ഷെ അത് നമുക്ക് സ്വാതന്ത്ര്യത്തിന് മുമ്പ് പറയുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഇന്ന് ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിച്ച് 7 പതിറ്റാണ്ട് പിന്നിടുകയാണ്. 7 പതിറ്റാണ്ട് പിന്നിടുമ്പോൾ നമുക്കൊരു ഭരണഘടനയുണ്ട്. ആ ഭരണഘടന ഇന്ത്യ രാജ്യത്ത് നന്നായി പ്രവർത്തിക്കുകയും പ്രതിഫലിക്കുകയും ചെയ്യുന്നുണ്ട്. അതിന്റെ കമ്പാരിസണിൽ വേണം നമുക്ക് അയ്യങ്കാളി എന്ത് ചെയ്തു, ശ്രീനാരായണ ഗുരുദേവൻ എന്ത് ചെയ്തു, ചട്ടമ്പി സ്വാമികൾ എന്ത് ചെയ്തു, രാജാറാം മോഹൻ റോയ് എന്ത് ചെയ്തു, ജ്യോതി ബാഫുലെ എന്ത് ചെയ്തു, വിവേകാനന്ദ സ്വാമികൾ എന്ത് ചെയ്തു എന്നതിനേക്കാൾ നമ്മൾ എന്ത് ചെയ്യുന്നു എന്നാണ് പ്രസക്തമായ കാര്യം. അത് വെച്ച് പരിശോധിക്കുമ്പോൾ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, നേരത്തെ നിന്നിരുന്ന ഒരു വ്യവസ്ഥിതിയുടെ ഭാഗമായിരുന്നു, ഇപ്പോഴുള്ളത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ സൃഷ്ടിക്കുന്നതാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഒന്ന്, ഈ ഹിന്ദു ജാതി ഉപജാതികൾ തമ്മിൽ ഐക്യപ്പെടുക എന്നുള്ളത് ഈ രാജ്യത്തിന്റെ ആവശ്യമാണ്. ഈ രാജ്യത്തിന്റെ ആവശ്യമാണ് അതെന്നറിഞ്ഞുകൊണ്ട്
അവരെ യോജിപ്പിക്കാനുള്ള ഏതെങ്കിലും മാർഗമുണ്ടായാൽ അതിനകത്ത് വീണ്ടും പഴയ വർണ്ണ വൈരുദ്ധ്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇവരെ അസ്വസ്ഥരായി വേർപെടുത്തി നിർത്താൻ വേണ്ടി വളരെ ബോധപൂർവമായ ശ്രമമാണ് ഇന്ത്യ രാജ്യത്ത് നടത്തുന്നത്. ഡോക്ടർ പി ജെ വിൻസെന്റ്, ഈ പറഞ്ഞ വിഷയത്തിനെ കുറിച്ചുള്ള താങ്കളുടെ അഭിപ്രായം അറിയാൻ താല്പര്യമുണ്ട്. അതിന് മുമ്പായിട്ട് ഒരൊറ്റ കാര്യം കൂടെ, ഇദ്ദേഹം നേരത്തെ സൂചിപ്പിച്ചതുപോലത്തെ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ജാതി സമ്പ്രദായം, അതായത് ജനിക്കുമ്പോഴേ തന്നെ താൻ മികച്ചവനാണെന്ന ധാരണയോടുകൂടെ ജനിക്കുന്ന ഒരു വിഭാഗം, ജനിക്കുമ്പോഴേ തന്നെ താൻ അടിമയാണെന്ന് കരുതിക്കൊണ്ട് തന്നെ ജനിക്കുന്ന മറ്റൊരു വിഭാഗം, ഈ പറയുന്ന ഒരു വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ജാതി സമ്പ്രദായത്തിനെ കേരളത്തിൽ, ഇന്ത്യയിൽ സൃഷ്ടിച്ച സാഹചര്യം എന്താണ്, അല്ലെങ്കിൽ എന്ത് രീതിയിലാണ് ഇത് രൂപപ്പെട്ടു വന്നത്? അത് ബ്രാഹ്മണിക അധിനിവേശം തന്നെയാണ്. ബ്രാഹ്മണ പ്രത്യയശാസ്ത്രമാണ് അതങ്ങനെ സൃഷ്ടിച്ചത്. നേരത്തെ സ്വാമിജി പറഞ്ഞതിൽ ഒരു ചരിത്രപരമായി ഒരു വിയോജിപ്പ് എനിക്കുള്ളത്, ഇന്ത്യയിൽ ജാതി വ്യവസ്ഥ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വർണ്ണ വ്യവസ്ഥ എന്ന് പറയുന്ന ഒരു സങ്കല്പമായിട്ട് മാത്രമാണ് നിന്നത്. ജാതി വ്യവസ്ഥ എന്നുള്ള വാക്ക് പ്രയോഗിക്കുന്നത് പോലും ശരിയല്ല. നല്ല ആപ്റ്റായിട്ടുള്ള വാക്ക് ജാതി അടിമത്വമാണ്. ജാതി അടിമത്വം ഇത് സ്ലേവ് സിസ്റ്റമാണ്. അത് ജാതി സംബന്ധിയായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ജാതി അടിമത്വം ആസേത് ഹിമാചലം അതിശക്തമായി നിലനിന്ന ഒന്നാണ്. അത് ഉത്തരേന്ത്യയിൽ നിലനിന്നിട്ടുണ്ട്, കേരളത്തിൽ നിലനിന്നിട്ടുണ്ട്. അതിനെല്ലാം സാധൂകരിച്ച പ്രത്യയശാസ്ത്ര പരിസരം ബ്രാഹ്മണിസമായിരുന്നു. നമ്മൾ ഈ വ്യവസ്ഥ ഉണ്ടായത്, ഈ വ്യവസ്ഥയുടെ സാധൂകരണം ബ്രാഹ്മണിക പ്രത്യയശാസ്ത്രമായിരുന്നു. അതാണ് താങ്കൾ കാണുന്നത്. ഞാൻ തിരിച്ചു വരാം. അതാണ് പ്രധാനം. ശ്രീ സുധീർ ബാബു എങ്ങനെ കാണുന്നു ഈ പറയുന്ന സാഹചര്യം ഇന്ത്യയിൽ സൃഷ്ടിക്കപ്പെട്ട? കാരണം എന്റെ വർത്തമാനകാലത്തിലേക്ക് നമുക്ക് ബന്ധപ്പെടുത്തുവാനുള്ളത് കൊണ്ടാണ് ഞാൻ അതിന്റെ അടിത്തറ അവിടെ ചോദിച്ചു വയ്ക്കുന്നത്. എങ്ങനെ കാണുന്നു, എന്താണ് ഈ ഒരു ജാതി വ്യവസ്ഥയെ, സമ്പ്രദായത്തിനെ സൃഷ്ടിച്ച ആ സിസ്റ്റം? ഭാരതത്തിന്റെ ഏതെങ്കിലും ദർശനങ്ങളിൽ, ഷഡ്ദർശനങ്ങൾ എന്ന് വിളിക്കുന്ന ഏതെങ്കിലും തത്വചിന്താപരമായ ദർശനങ്ങളിലോ വേദങ്ങളിലോ മറ്റ് ചിന്താഭാഗങ്ങളിലോ ഇല്ലാത്ത, അംഗീകാരം നൽകിയിട്ടില്ലാത്ത ഒന്നാണ് ജാതി എന്ന് പറയുന്ന സൃഷ്ടി. ഇത് എല്ലാ കാലഘട്ടത്തിലും, എല്ലാ സമൂഹത്തിലും, ലോകത്തെവിടെയുമുള്ള എല്ലാ സമൂഹങ്ങളിലും സാമ്പത്തികമായോ അറിവ് കൊണ്ടോ മേധാവിത്വം നേടുന്ന ഒരു പ്രത്യേക ജനവിഭാഗം ബാക്കിയുള്ളവരുടെ മേൽ നടത്തുന്ന ഒരു കടന്നുകയറ്റത്തിന്റെയും അവരുടെ ജീവിത ആവേശങ്ങളെ കെടുത്തിക്കളയാനുള്ള പരിശ്രമത്തിന്റെയും ഭാഗമായി രൂപപ്പെട്ടു വരുന്നതാണ്. ഇത് ലോകത്തിലെ എല്ലാ സമൂഹങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. ഭാരതത്തിൽ അത് ജാതിയിൽ പെട്ടുപോയ ആളുകളുടെ അടിമത്തമായി ഒക്കെ രൂപപ്പെടുകയാണ് ചെയ്തത്. അപ്പോൾ ഒരു വിഭാഗം ആളുകൾ അറിവ് കൊണ്ടും ധനശേഷി കൊണ്ടും മേൽക്കോയ്മ നേടുന്ന എല്ലാ സമൂഹങ്ങളിലും അവരെ പരിചരിക്കുന്നതിനും അവർക്ക് സുഖസമ്പാദനത്തിനും വേണ്ടി ഇത്തരം മനുഷ്യവിഭാഗങ്ങളെ രൂപപ്പെടുത്തി എടുക്കുക എന്ന് പറയുന്ന ഭാഗമാണ്. അപ്പുറത്തേക്ക് ഒരു ക്ലാസ് സിസ്റ്റത്തിന്റെ ഭാഗമായിരുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയും. ക്ലാസ് സിസ്റ്റത്തിന്റെ ഭാഗമായിരുന്നു എന്ന് പറയാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരിയാണ്, അത് ശരിയാണ്. കാരണം ഈ വർണ്ണ വ്യവസ്ഥ എന്ന് പറയുന്നത് പലപ്പോഴും ഗുണസംബന്ധിയായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അതേസമയം ജാതി വ്യവസ്ഥ അടിസ്ഥാനപരമായി തൊഴിലുമായി ബന്ധപ്പെട്ട ഒക്കുപേഷണൽ ഗ്രൂപ്പുകളാണ് ജാതി കൂട്ടായ്മകളായി മാറുന്നത്. അപ്പോൾ കൃത്യമായി തൊഴിൽ സംബന്ധിയായിട്ടാണ് ഈ വിവേചനങ്ങളെല്ലാം നിലനിൽക്കുന്നത് ജാതി വ്യവസ്ഥയിൽ. മറ്റൊരു ബ്രഹ്മജ്ഞാനമുള്ളവൻ ബ്രാഹ്മണനും രജോഗുണമുള്ളവൻ ക്ഷത്രിയനും എന്നൊക്കെ പറയുന്ന വർണ്ണ വ്യവസ്ഥ ഒരു സാങ്കല്പികമാണ്, മാത്രമല്ല അത് ഗുണസംബന്ധിയാണ്. അല്ലല്ല, അതിലൊരു കാര്യമുണ്ട്. ഭഗവത്ഗീതയുടെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ് ഇദ്ദേഹം ഇപ്പോഴീ പറയുന്നത്. ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശ തസ്യ കർത്താരമേ എന്ന് പറയുന്ന ആ പദ്യത്തിൽ എടുത്തുകൊണ്ടാണ് ഇദ്ദേഹം ഇത് പറയുന്നത്. പക്ഷെ ഇവിടെ നിലനിന്നിരുന്ന ഒരിക്കലും ഗുണത്തിന്റെയും കർമ്മത്തിന്റെ അടിസ്ഥാനമാക്കി നിന്നിരുന്നില്ല. അത് മാത്രവുമല്ല, കേരളത്തിൽ ഒരിക്കലും, അല്ലെങ്കിൽ തിരുവിതാംകൂർ, തിരുക്കൊച്ചി ഇത് ഉൾപ്പെട്ട പ്രദേശത്തിൽ ഒരിക്കലും ഈ വർണ്ണവ്യവസ്ഥ ഇങ്ങോട്ട് വന്നിട്ടില്ല. ഇവിടെ ജാതി വ്യവസ്ഥയാണ് വന്നത്. ആ ജാതി തന്നെ അടിസ്ഥാനരഹിതമാണ്, ഇല്ലാത്തതാണെന്നാണ് ഗുരുദേവൻ അനുഭവം, യുക്തി, ശാസ്ത്രം ഈ മൂന്നിനെയും ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ ജാതി നിർണയത്തിന്റെ ബാക്കിയുള്ള ഭാഗങ്ങളിൽ വരുന്നത്. പറച്ചിയിൽ നിന്ന് പണ്ട് പരാശര മഹാമുനി പിറന്നു, മറസൂത്രിച്ച മുനി കൈവർത്തകനിൽ, വേദവ്യാസന്റെ ജാതി എന്ന് പറയാനാണ് പറയുന്നത്. പരാശരൻ എന്ന മഹാമുനി അദൃശ്യന്തി എന്ന് പറയുന്ന പറയസ്ത്രീയിലാണ് ജനിച്ചത്. അങ്ങനെയുള്ള പരാശരന് മത്സ്യഗന്ധി എന്നു പേരായ മുക്കുസ്ത്രീയിൽ ജനിച്ച മകനാണ് വേദവ്യാസൻ. ആ വേദവ്യാസനാണ് വേദങ്ങളെ പകുത്തതും ചിട്ടപ്പെടുത്തിയതും ബാക്കിയുള്ള ഭാരതത്തിന്റെ ആധ്യാത്മിക ശാസ്ത്രത്തിന് അടിത്തറ പാകിയത് വേദവ്യാസനാണ്. ആ പാരമ്പര്യം ഉണ്ടായിരുന്ന ഭാരതീയ ശാസ്ത്രത്തിൽ നാരായണ ഗുരുദേവനും അല്ലെങ്കിൽ ചട്ടമ്പിസ്വാമിക്കും അയ്യങ്കാളിക്കും ഒക്കെ ശക്തമായി ഇടപെടേണ്ടി വന്ന നമ്മൾ എല്ലാവരും ഇരുണ്ട കാലഘട്ടം എന്ന് വിളിക്കുന്ന ആ കാലഘട്ടത്തിന് സൃഷ്ടിച്ചത് എന്തായിരുന്നിരിക്കും? അത് ചില വിഭാഗങ്ങളുടെ സ്വാർത്ഥ ലാഭേച്ഛ മാത്രമാണ്. അതിനപ്പുറത്ത് യാതൊരു ശാസ്ത്രം അതിന് അംഗീകാരം നൽകുന്നില്ല. മനുഷ്യന്റെ അനുഭവം അത് ഇതിനെ അടിസ്ഥാനപരമായി വരുന്നില്ല, യുക്തിക്ക് നിരക്കുന്നതല്ല. ഇതൊരു വിഭാഗം ആളുകൾ
ആനുകൂല്യങ്ങൾ സ്വന്തം നിലയിൽ വെച്ച് മുന്നോട്ട് പോകുന്നതിനും മറ്റുള്ളവരെ അടിച്ചമർത്തേണ്ടത് അനിവാര്യതയായി വന്നു. അപ്പോൾ അതിനുവേണ്ടി ചെയ്തു. ആ സമയത്ത് ഇവിടെ വിദ്യാഭ്യാസവും മറ്റും നിഷേധിച്ചിരുന്നത് കൊണ്ട് അതിനടിമകളായി തീരാൻ ഇവരും. പക്ഷെ എനിക്ക് തോന്നുന്നു അവിടെ നമ്മളൊന്ന് നോക്കേണ്ടത് ഞാൻ തിരിച്ചു വരാം. ഇപ്പൊ നമ്മുടെ മഹാത്മാ അയ്യങ്കാളിയുടെ ചെറുമകൻ ശ്രീ ടി കെ അനിയൻ ചർച്ചയിൽ ചേരുന്നു. ശ്രീ ടി കെ അനിയൻ, സ്വാഗതം സംവാദത്തിലേക്ക്. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? പ്രധാനമായിട്ടും ഒരു കാലഘട്ടത്തിൽ ഞാൻ നേരത്തെ ശ്രീ ടി വി ബാബു ഇവിടെ ഉന്നയിച്ച ഒരു വിഷയത്തിലേക്ക് കൂടി എനിക്ക് അഭിപ്രായം അറിയേണ്ടതായിട്ടുണ്ട്. അതിനു മുൻപ് ശ്രീ മഹാത്മാ അയ്യങ്കാളിക്കുൾപ്പെടെ ഇടപെടേണ്ടി വന്ന ഒരു സാഹചര്യം, ഒരുപക്ഷെ നേരത്തെ സ്വാമി ഇവിടെ ഋതംബരാനന്ദ നമ്മുടെ വേദവ്യാസനെ കുറിച്ചും ഒക്കെ പറയുന്നുണ്ടായിരുന്നു. ജാതിയും മതവും ഒന്നും വലിയ പ്രശ്നമല്ലാതെ നിന്നിരുന്ന ഭാരതീയ പാരമ്പര്യത്തിൽ ഈ പറയുന്ന നവോത്ഥാന നായകന്മാർക്ക് ഇടപെടേണ്ടി വന്ന ഒരു ഇരുണ്ട കാലഘട്ടത്തിന് സൃഷ്ടിച്ച ആ വ്യവസ്ഥ എന്തായിരുന്നു? എങ്ങനെയാണ് താങ്കൾ അതിനെ കാണുന്നത്? അത് ഒരു കറുത്ത ഇരുളറിഞ്ഞൊരു കാലഘട്ടമായിരുന്നു. ജാതി നേതാവിത്വവും തീണ്ടലും തൊടിയിലും ഒക്കെ ആയിട്ട് ഇരുളറിഞ്ഞ ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിലാണ് അയ്യങ്കാളിയുടെ ഈ നവോത്ഥാന സ്ഥാനത്തിലേക്കുള്ള കുതിച്ചുയാത്രവും വില്ലുവണ്ടി യാത്രയിലൂടെ അദ്ദേഹം ഈ സഞ്ചാര സ്വാതന്ത്ര്യത്തെ സാർത്ഥകമാക്കി. ഹലോ, കേൾക്കുന്നുണ്ടോ? ഓക്കെ, അതാണ് ആ സാഹചര്യത്തിനെ കുറിച്ച് താങ്കൾ കാണുന്നത്. ശരി, ഞാൻ മറ്റൊരു ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ അന്നത്തെ ആ സാഹചര്യത്തിൽ നിന്നും ഇന്ന് നോക്കിക്കാണുമ്പോൾ എന്തുമാത്രം സമൂഹത്തിന് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് ശ്രീ ടി കെ അനിയൻ? അദ്ദേഹത്തിന്റെ കാലഘട്ടം എനിക്ക് ഏറ്റവും വലിയൊരു പരാതി, അദ്ദേഹം 10 DA-ക്കാരെയാണ് ഗാന്ധിജി ബംഗാനൂർ വന്നപ്പോൾ 10 DA-ക്കാരെ അദ്ദേഹം ആഗ്രഹിച്ചു. പക്ഷെ ആ 10 DA-ക്കാരൊക്കെ പല തട്ടുകളിൽ നിൽക്കുന്നു എന്നുള്ള വേദനാജനകമായ ഒരു വസ്തുതയുണ്ട്. പല തട്ടുകളില് അദ്ദേഹം ഇവരെല്ലാം ഒന്നിച്ച് ഒരു കുടക്കുഴി കാണാൻ ആഗ്രഹിച്ചുവെങ്കിലും അവരിപ്പോൾ പല തട്ടുകളിൽ നിൽക്കുന്നു. അത് വേദനാജനകമായ ഒരു വസ്തുതയാണ്. ഇത് അദ്ദേഹത്തിന്റെ ആത്മാവിനെ വേദനിപ്പിക്കുന്നുണ്ടെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. ശരി, പഴയ കാലഘട്ടത്തിലേക്ക് എടുത്തു നോക്കിയാൽ ഒരുപക്ഷെ ഒരു പുരോഗമനത്തിലേക്ക് നവോത്ഥാനത്തിലേക്കൊക്കെ വന്നിട്ട് എവിടെയെങ്കിലും ഒരു തിരിച്ചുപോക്ക്, ജാതീയതയെക്കുറിച്ചുള്ള കൂടുതൽ ചർച്ചകൾ അല്ലെങ്കിൽ ജാതീയമായിട്ടുള്ള കൂടുതൽ വേർതിരിവുകൾ ഒക്കെ സമൂഹത്തിലുള്ളതായി തോന്നുന്നുവോ ഇപ്പോ? അങ്ങനെ ജാതീയതയിലേക്ക് പോകുന്നതായിട്ട് ഞാൻ കരുതുന്നില്ല. കാരണം ദിവസം BJP-യുടെ പോഷക സംഘടനയായ കേൾക്കുന്നുണ്ട്, തുടരാം. പോഷക സംഘടനയിൽ ഇന്നലെ ഒരു പരിപാടി ഉണ്ട്, 28 തീയതിയില്ല, 27, 28 തീയതിയിലുണ്ട്. അപ്പൊ അവിടെയൊക്കെ സജീവമായ സാന്നിധ്യം ഉണ്ടായിരുന്നു. അത് മറ്റുള്ള ആൾക്കാർ, അത് യഥാർത്ഥത്തിലല്ലാത്ത നല്ലൊരു വിഭാഗം ആളുകളുടെ സാന്നിധ്യം അവിടെ കണ്ടു എന്നുള്ളത് എനിക്ക് വളരെയധികം സന്തോഷം പകർന്നു. കാരണം അയ്യങ്കാളിയെ സംബന്ധിച്ച് ഒരു പ്രഭാഷണം അവിടെ നടക്കുമ്പോൾ നിറഞ്ഞ സദസ്സായിരുന്നു. ശരി, വ്യക്തമാണ് ശ്രീ ടി കെ അനിയൻ. താങ്ക് യു വെരി മച്ച്. നമ്മളോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് വളരെ നന്ദി ശ്രീ സുധീർ. ഇപ്പൊ ഈ ലോക മുതലാളിത്തത്തിന്റെയും ലോക തൊഴിലാളി വർഗത്തിന്റെയും ചരിത്രം പരിശോധിച്ചാൽ തന്നെ ഈ ഒരു വിഷയം അവിടെയും അന്തർഭൂതമായിരിക്കുന്നത് നമുക്ക് കാണാം. ഒരു വിഭാഗത്തിന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി, അവരുടെ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി മറ്റ് തൊഴിലാളി വർഗങ്ങളെ മുഴുവൻ, തൊഴിലാളി വിഭാഗങ്ങളെ മുഴുവൻ ഉപയോഗപ്പെടുത്തുന്ന ഒരു ചരിത്രം അതിന്റെ പിന്നിലുണ്ട്. അവരുടെ സുഖഭോഗങ്ങൾക്ക് വേണ്ടി അതുതന്നെയാണ് ഇവിടെയും ജാതി വ്യവസ്ഥയായും അതിന്റെ കഠിനതയായും ദുർമുഖമായും പ്രത്യക്ഷപ്പെട്ടത് എന്ന് തോന്നുന്നു. ശരിയാണ്, ജാതി വ്യവസ്ഥ അടിസ്ഥാനപരമായ ഒരു മത സാംസ്കാരിക വിഷയമല്ല, അതൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആണ്. രാഷ്ട്രീയ അധികാരം നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഉപാധിയായിട്ടാണ് ഈ ജാതിയെ രൂപപ്പെടുത്തി നിലനിർത്തിയിരിക്കുന്നത്. അതിപ്പോഴും സമകാലീന കേരളത്തിനോട് വളരെ പ്രസക്തമാണ്. ശ്രീ ഗംഗേശാനന്ദ തീർത്ഥപാദ അതിനെങ്ങനെ കാണുന്നു? അതായത് ഒരുപക്ഷെ ഈ വർണ്ണത്തിലും അല്ലെങ്കിൽ തൊഴിലിലും ഒക്കെ അടിസ്ഥാനമായിട്ടുള്ള കാര്യത്തിനപ്പുറത്തേക്ക് ഒരു സാമൂഹിക വിഷയത്തിനും ഒക്കെ അപ്പുറത്തേക്ക് ഒരുപക്ഷെ ഒരു രാഷ്ട്രീയ വിഷയമായ രീതിയിൽ ഈ ജാതി വ്യവസ്ഥയെ നമുക്ക് കാണാൻ കഴിയും എന്ന് പറഞ്ഞാൽ അംബേദ്കറുടെ ഗ്രന്ഥത്തിൽ പറയുന്നത്, അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായം പറയുന്നത് AD 400 ശേഷമാണ് ഇത്ര രൂക്ഷമായ രീതിയിൽ അത് പതുക്കെ പരിവർത്തനം ചെയ്യാൻ തുടങ്ങിയത്. അതിനൊന്നും ജാതി ഉണ്ടായിരുന്നെങ്കിലും പരസ്പരം ബഹുമാനിച്ചിരുന്നു. ആ ബഹുമാനത്തിൽ നിന്ന് ഒരു ആധിപത്യത്തിന്റെ തലങ്ങളിലേക്ക് വരാൻ തുടങ്ങിയത് അദ്ദേഹത്തിന്റെ അഭിപ്രായം AD 400 ശേഷമാണെന്നാണ് പറയുന്നത്. അങ്ങനെ വരുമ്പോഴും പല സ്ഥലങ്ങളിലും അതിനെയൊക്കെ സമന്വയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഈ പറയുവറ്റ പന്തപൂരത്തിൻ്റെയൊക്കെ കഥ നമ്മുടെ നാട്ടിൽ സജീവമായിരുന്നല്ലോ, മനസ്സിലാവുന്നുണ്ടോ?
പാക്കനാറും അതുപോലെ തന്നെ ഈ അഗ്നിഹോത്രി മേഷത്തില ഇത് രണ്ടും അങ്ങേയറ്റം നിൽക്കുന്ന ആൾക്കാരാണ് ആ ജാതിയുടെ തലങ്ങളിൽ. അവരൊക്കെ ഒന്നിച്ചു കൂടുകയും ഒന്നിച്ച് പ്രതികരണങ്ങൾ ചെയ്യുകയും എന്നൊക്കെ ചെയ്യുന്ന സങ്കല്പങ്ങളും അത് ഐതിഹ്യമാകട്ടെ അല്ലെങ്കിൽ കെട്ടുകഥ എന്തായാലും അങ്ങനെയുള്ള കഥകൾക്ക് പ്രചാരം ഉണ്ടായിരുന്നു കേരളത്തിലെ. അപ്പൊ അങ്ങനെ ആ തലങ്ങളിലേക്ക് വരികയും അത് അതിതീക്ഷ്ണമായ രീതിയിൽ ഈ പറയുന്നതായ മനുഷ്യനെ മനസ്സിലാക്കാത്ത തലങ്ങളിലേക്ക്, മൃഗങ്ങൾക്ക് പോലും സ്വാതന്ത്ര്യം, മനുഷ്യന് സ്വാതന്ത്ര്യമില്ല, സഹജീവികൾക്ക് സ്വാതന്ത്ര്യമില്ല, പക്ഷെ മൃഗങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട് പല സ്ഥലങ്ങളിലും. അതീ പറഞ്ഞതുപോലെ ഒരു പവർ ഫാക്ടറാണ്, ഒരു പവറിന്റെ പ്രശ്നമാണോ അവിടെ ഉണ്ടായത്? പവറിന്റെ പ്രശ്നം എല്ലാ കാലത്തും ഇതിനെ ഓരോരുത്തരും ഉപയോഗിച്ചിരുന്നു. അത് രാഷ്ട്രീയക്കാരായാലും അതല്ലാത്ത ആൾക്കാരായാലും ഞാൻ ഒരു കാര്യം പറയാം. ഈ മതം നമ്മൾ കാണുന്നത് പോലെ അപകടമാണ്, അത് വിനാശകരമാണ് എന്നൊക്കെ പറയുന്ന ഒരു ആശയത്തോടെ യോജിക്കാനാവില്ല. മതം മനുഷ്യനെ പരിഷ്കരിക്കുന്ന, സംസ്കരിക്കുന്ന നല്ല ഒന്നാന്തരം ടൂളാണ്. ആ നിലയിൽ പരിശോധിച്ചാൽ നമ്മുടെ ഇന്ത്യയിലെ ക്രൈസ്തവരും ഇസ്ലാമുകളും എല്ലാം ഇതിൽ നിന്ന് പരിവർത്തനം ചെയ്തു പോയതാണ്. ഞാൻ പറയും പുറത്തുനിന്നുള്ളതല്ല. ഈ ജനത ഇവിടെ നിലനിന്നിരുന്ന സാമൂഹ്യ അസമത്വങ്ങളുടെ ഫലമായി ഉള്ളതായ പല കാരണങ്ങളാൽ മതം മാറിപ്പോയവരാണ്. അവര് ഒരുപക്ഷെ വിദേശത്തുള്ള ക്രൈസ്തവരെക്കാൾ ഏറ്റവും ശ്രേഷ്ഠമായ ക്രൈസ്തവ സാമൂഹിക വിഭാഗമായിട്ട് ഉയർന്നു വന്നത് ഇന്ത്യയിൽ, കേരളത്തിലാണ് ഏറ്റവും പരിഷ്കരിക്കപ്പെട്ട സമൂഹം. അപ്പൊ അവരെ പരിഷ്കരിച്ച് ഈ ലെവലിലേക്ക് കൊണ്ടുവരാൻ 200-250 വർഷം എടുത്തു. ഇസ്ലാമുകളെ സംബന്ധിച്ചിടത്തോളം അത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. ഇസ്ലാമുകളും സംഘടിതരാണ്, എല്ലാം ഇവിടുന്ന് പോയവരാണ്. മറിച്ച് നമ്മൾ ഹിന്ദു സൊസൈറ്റിയിലേക്ക് വരും. അവിടെ വരുമ്പോൾ ഒരു മതം എന്ന നിലയ്ക്ക് സനാതന ധർമ്മത്തിൽ അധിഷ്ഠിതമായ ഒരു ബോധം വെച്ചുകൊണ്ട് ഇഷ്ടമുള്ളതിന് ക്ഷേത്രത്തിൽ പോകാം, ഇഷ്ടമില്ലാത്തതിന് പോകണ്ട, വിശ്വസിക്കാം, വിശ്വസിക്കാതിരിക്കാം എന്ന് പറഞ്ഞാൽ അതിന് ഒരു നിയതമായ ഒരു ആചാരനിഷ്ഠ അതിലേർപ്പെടുത്തിയിട്ടില്ല, നിർബന്ധപൂർവ്വം ഏർപ്പെടുത്തിയിട്ടില്ല. സ്വാതന്ത്ര്യം പരമസ്വാതന്ത്ര്യമാണ്. അതിന് വിട്ടുകൊടുത്തതാണ് വാസ്തവത്തിൽ ഇവരെ യുണൈറ്റ് ചെയ്യാൻ. ഇപ്പൊ 2 സ്വാമിമാര്, പ്രബലരായ സ്വാമിമാർ എന്റെ മുമ്പിലുണ്ട്. ഈ സ്വാമിമാർ ഉൾപ്പെടെയുള്ള സ്വാമി ശ്രേഷ്ഠൻ, ഒരു ജനാധിപത്യം അതിനകത്തുണ്ടായിരുന്നു. അതിന് ജനാധിപത്യമല്ല, അവരെ സംസ്കരിക്കുന്ന ഒരു പ്രക്രിയയുണ്ട്. ഒരു കുടുംബം സൃഷ്ടിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ലോകത്തെ മറ്റു രാഷ്ട്രങ്ങളെക്കാൾ ശ്രേഷ്ഠമായി നിൽക്കുന്നതും അതുകൊണ്ടാണ്. ഒരു നല്ല കുടുംബത്തിനെ സൃഷ്ടിക്കാൻ കൃത്യമായ അടുക്കും ചിട്ടയുമാർന്ന ജീവിതത്തിലേക്ക് മക്കളെ കൊണ്ടുവരണം. അത് ക്രിസ്ത്യാനിയും മുസൽമാനും ചെയ്യുമ്പോൾ ഇവിടെ നശിച്ചു പോവുകയാണ് ഈ ജനത. ഇവർ വീണ്ടും വീണ്ടും ഗ്രൂപ്പാവുകയാണ്. ഇവരെ മെർജ് ചെയ്ത് മൈഗ്രേഷന് വേണ്ടി ശ്രമിക്കുമ്പോൾ രാഷ്ട്രീയക്കാർ ഈ വൈരാഗ്യം, ഇതാണ് നേരത്തെ താങ്കൾ ഉയർത്തിയത്. ഡോക്ടർ പി ജെ വിൻസെന്റിലേക്ക് ഞാൻ വരുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അതായത് ഒരു കാലത്ത് ഇന്ത്യയിൽ നിലനിന്നിരുന്ന പഴയ ഭാരതീയ പാരമ്പര്യത്തിനെ കുറിച്ചും പിന്നെ ഒരു പവർ സിസ്റ്റമോ ക്ലാസ് സിസ്റ്റമോ എന്നൊക്കെ നമുക്ക് വിളിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു വിവേചനത്തിനെ കുറിച്ചും അതുണ്ടാക്കിയ ഇരുണ്ട കാലഘട്ടത്തിനെ കുറിച്ചും ഒക്കെ പറഞ്ഞു. അവിടെ നിന്നും കടന്നു വരാൻ ഈ ജനത എങ്ങനെയെങ്കിലും ശ്രമിക്കുമ്പോൾ ഇപ്പോഴും രാഷ്ട്രീയക്കാർ അവരെ വെറുതെ വിടുന്നില്ല, ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് 2 പ്രാവശ്യം നിരന്തരമായി ടി വി ബാബു ഉന്നയിച്ച ആരോപണം. സ്വാമിജി പറഞ്ഞത് വളരെ ശരിയാണ്. ഈ ഗുപ്ത കാലഘട്ടത്തോടു കൂടിയാണ് ഇന്ന് കാണുന്ന രൂപത്തിലുള്ള ജാതി വ്യവസ്ഥ വന്നത്. വളരെ ശരിയായ ഒരു നിരീക്ഷണമാണ് സ്വാമിജി നടത്തിയത്. പക്ഷെ ഇവിടെ പ്രശ്നം ഈ ജാതി വ്യവസ്ഥ എന്ന് പറയുന്നത് അതുമൂലമാണല്ലോ ഈ കൺവേർഷൻ ഉണ്ടായത്. ഇപ്പോൾ പൊട്ടൻ തെയ്യമുണ്ട്. പൊട്ടൻ തെയ്യത്തിന്റെ തോറ്റത്തിൽ പറയുന്നു എല്ലല്ലോ ചോറ് പുലമ്പശകുന്നു, തീണ്ടിക്കൊണ്ടല്ലോ പുലമ്പശകുന്നു, എല്ലല്ലോ കോവില് പുലമ്പശൂല, മാപ്പിളക്കോവില് പുലമ്പശൂല എന്ന്. പുലമ്പശകളില്ലാത്ത കോവില് മാപ്പിള കോവില. അതുകൊണ്ടാണ് മാപ്പിള കോവിലിലേക്ക് ഇസ്ലാമിലേക്ക് കൺവേർഷൻ ഉണ്ടായത്. അതുപോലെ ഈ ജാതിക്കുമ്മി എടുത്താലും വാരാണസി കണ്ട വാലനെയും ചാര നടന്നാൽ അടിച്ചുപിടിക്കും, നേരെ വരാപ്പള്ളിയിൽ പോയവനെ ആരും തടുക്കില്ല യോഗപ്പെണ്ണെ എന്ന് പണ്ഡിറ്റ് കറുപ്പൻ എഴുതാണ്. അത് ഈ ശങ്കരാചാര്യരുടെ ഒരു ഗ്രന്ഥമുണ്ടല്ലോ, ശങ്കരാചാര്യരുടെ, അതിന്റെ മനീഷ പഞ്ചായത്തിന്റെ ട്രാൻസ്ലേഷനാണ്. അതിന്റെ ഒരു ജാതിക്കുമ്മി എന്ന പേരിൽ അദ്ദേഹം പ്രസിദ്ധം. അപ്പോ വാരാണസിയിൽ പോയി വന്നിട്ടുള്ള ഒരു വാലനെയും ഒരു പുലേനെ കണ്ടാൽ അടുത്ത് വന്നാൽ അടിച്ചു പിടിക്കും. അതായത് പള്ളിയിൽ പോയി വന്നാൽ അവനെ സ്വീകരിക്കും. അപ്പൊ ഈ ജാതി വ്യവസ്ഥയുടെ പീഡനം കൊണ്ട് തന്നെയാണ് ആളുകൾ മാറിയത്. അപ്പം മാത്രമല്ല ഒറ്റ കാര്യം പറഞ്ഞത്, മാറിയെങ്കിലും ഇന്ന് ഹിന്ദു സമുദായത്തിൽ ഉള്ളതുപോലെ തന്നെ ശക്തമായ ജാതി വ്യവസ്ഥ കേരളത്തിലെ ക്രിസ്ത്യൻ സമുദായങ്ങളിലുണ്ട്, മുസ്ലിം സമുദായങ്ങളിലുണ്ട്. ഒരു കോയ ഒരു ഒഫ്സാനെ കല്യാണം കഴിക്കുന്ന സാഹചര്യം ഇത്തിരി പ്രയാസമായിരിക്കും. ഒരു ദളിത് ക്രിസ്ത്യാനി സവർണ ക്രിസ്ത്യാനിനെ കല്യാണം കഴിക്കുന്ന സാഹചര്യം വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ജാതി വ്യവസ്ഥയുടെ പീഡനം ഇന്ന് ഹിന്ദു മതത്തിൽ മാത്രമല്ല, ഇവിടെയുള്ള സകല മതങ്ങളിലും ഉണ്ട്. ഇപ്പോൾ സിഖ് മതത്തിലെ വലിയ സംഘർഷങ്ങൾ അതുമായി ബന്ധപ്പെട്ട ദേര സച്ച സൗദിയും അവിടുത്തെ സിഖുകാരും തമ്മിലുള്ള സംഘർഷം അവർ എസ് വിഭാഗമായിട്ട് പരിഗണിക്കുന്നു. അപ്പോൾ ഈ ജാതി വ്യവസ്ഥ ഇന്ത്യയിലെ ഒരു ഹിന്ദു മതത്തിന്റെ പ്രശ്നമല്ല ഇന്ന് അത് എല്ലാ മതങ്ങളിലും പെട്ട ആളുകളെ സംബന്ധിക്കുന്ന ഒരു വലിയ വിഷയമാണ്. അതുകൊണ്ട് മനുഷ്യനെ ഈ രൂപത്തിൽ വിവേചനത്തോടു കൂടി മാത്രം കാണാൻ പ്രേരിപ്പിക്കുന്ന മാനസികാവസ്ഥയെ തകർക്കുകയല്ലാതെ ഇന്ത്യക്ക് മുന്നോട്ട് പോകാൻ ഒരു മാർഗം. ഒരു ചോദ്യമുള്ളത് ശ്രീ ടി ബി ബാബു നേരത്തെ ഉന്നയിച്ചതും 2
പ്രാവശ്യം അദ്ദേഹത്തിലേക്ക് ഞാൻ എത്തിയപ്പോഴും ഉന്നയിച്ച ഒരു വിഷയം, ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഇപ്പോൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്, അകൽച്ച ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയപരമായ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടാണെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അതിനെങ്ങനെ കാണും? അല്ല, അതിനകത്ത് അദ്ദേഹം ഒരു പൊളിറ്റിക്കൽ പൊസിഷൻ എടുത്തതാണ്. പക്ഷെ അത് വാസ്തവത്തിൽ ശരിയാണ്, കാരണം ഇതൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആണ്. പക്ഷേ നമ്മൾ ഈ തുല്യത എന്ന മൂല്യത്തെ ഒരു രാഷ്ട്രീയ മൂല്യമായി പരിവർത്തനം വരുത്താതെ രക്ഷപ്പെടില്ല. ഇപ്പൊ ഒരു ഉദാഹരണം ഞാൻ പറയാം. ദൈവമാണ് ലോകത്തെ സൃഷ്ടിച്ച നാരായണഗുരു പറഞ്ഞ ഒരു യോനിയിൽ നിന്ന് എല്ലാവരും ഉണ്ടായി എന്ന് പറഞ്ഞാൽ, അങ്ങനെയാണെങ്കിൽ എല്ലാ മനുഷ്യരും തമ്മിലുള്ള ബന്ധം സാഹോദര്യമായിരിക്കും. അപ്പം മതങ്ങൾ എത്രയോ കാലം മുമ്പ് തന്നെ ദൈവമാണ് ലോകം സൃഷ്ടിച്ച് മനുഷ്യ സൃഷ്ടിച്ചെന്ന് പറയുന്നുണ്ട്. പക്ഷേ സാഹോദര്യം എന്നത്, ഫ്രട്ടർണിറ്റി എന്നത് ഒരു പൊളിറ്റിക്കൽ വാല്യൂ ആയി മാറിയില്ല. അത് ആദ്യമായി ഉയർത്തുന്ന ഫ്രഞ്ച് വിപ്ലവകാരികളാണ്. അപ്പോ ഈ മതത്തിൽ ഇത്ര വലിയ മൂല്യങ്ങളൊക്കെ ഉണ്ട്, തുല്യരാണ്, ലോകാസമസ്ത സുഗുണഭവന്തു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇത് സാധാരണ മനുഷ്യർക്ക് അവന് അനുഭവവേദ്യമാകണമെങ്കിൽ അതൊരു പൊളിറ്റിക്കൽ വാല്യൂ ആയി മാറണം. നമുക്കത് ദൈനംദിന അധികാര സംബന്ധിയായിട്ട് തുല്യത എന്ന അനുഭവം നമുക്ക് കിട്ടുന്ന ഒരു മൂല്യബോധത്തിലേക്ക് നമ്മൾ വളരണം, അത് ഉണ്ടാക്കിയെടുക്കണം. അതിന് പറ്റുന്നില്ല എന്നുള്ള പ്രതിസന്ധി. അതുകൊണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും യഥാർത്ഥത്തിൽ ഒരുമിച്ച് ഈ തുല്യത എന്ന് പറയുന്ന മൂല്യത്തിലേക്ക് നമ്മളുടെ പൊളിറ്റിക്കൽ കൾച്ചറിനെ ട്രാൻസ്ഫോം ചെയ്യണം. പൊളിറ്റിക്കൽ കൾച്ചറിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുക എന്ന് പറഞ്ഞത് തന്നെ ഒരു പ്രതിസന്ധി ഉണ്ടാക്കുന്ന കാര്യമാണ്. കാരണം രാഷ്ട്രീയ ദർശനങ്ങൾ വെച്ചുകൊണ്ട് രൂപപ്പെടുത്താൻ പറ്റുന്ന ഒരു സാമൂഹ്യ ക്രമമോ മാനസികാവസ്ഥയോ അല്ല സാധാരണഗതിയിൽ ഉള്ള മനുഷ്യർക്കുള്ളത്. ഒരു ദർശനം, ഇപ്പൊ അദ്വൈത വേദാന്തം എന്ന് പറയുന്ന ദർശനം സർവ്വജീവജാലങ്ങളെയും, മനുഷ്യരെ മാത്രമല്ല സർവ്വജീവജാലങ്ങളെയും ഒന്നായി കാണുന്നതാണ്. അങ്ങനെ ഒരു ദർശനം ഉണ്ടായിട്ട് പോലും ഭാരതത്തില് ഇത്രമാത്രം ഉച്ചനീചത്വങ്ങൾ രൂപപ്പെട്ടു വന്നുവെങ്കിൽ ഒരു ദർശനത്തിന്റെ പോരായ്മയല്ല, ആ ദർശനത്തെ മനുഷ്യരിലേക്ക് പകർന്നു കൊടുക്കാനും ആ ദർശനത്തിന്റെ മഹിമയിൽ മനുഷ്യരെ വളർത്തിയെടുക്കുന്നതിന് സാധിക്കാതെ പോകുന്നതും കൊണ്ടുള്ള പ്രശ്നമാണെന്നാണ് തോന്നുന്നത്. ഉദാഹരണത്തിന് പാശ്ചാത്യ രാഷ്ട്രങ്ങളിൽ ഉണ്ടായ ചില ചിന്തകൾ, ഫ്രട്ടേണിറ്റി, സാഹോദര്യം, സ്വാതന്ത്ര്യം, സമത്വം എന്നൊക്കെ പറയുന്ന രാഷ്ട്രീയ ആശയങ്ങൾ, ആ രാഷ്ട്രീയ ആശയങ്ങളെ സാമൂഹ്യ ജീവിതത്തിലേക്ക് പരിവർത്തിപ്പിച്ചെടുക്കുന്നതിന് ഇന്നും ആർക്കും സാധിച്ചിട്ടില്ല. പൂർണ്ണമായെന്നല്ല, വലിയവർക്ക് സാധിച്ചിട്ടില്ല. ഇത് സമത്വം കൊണ്ടുവരുക എന്ന് പറഞ്ഞു വന്ന കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തം തന്നെ ലോകത്തെമ്പാടും ഇത് നിർവഹിക്കാൻ സാധിക്കാതെ തകർന്നു പോയത് നമ്മൾ കണ്ടതാണ്. അല്ല, എല്ലാ സ്ഥലത്തും അങ്ങനെയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ പ്രയാണങ്ങളിൽ ഇത് 3 ഉൾപ്പെടുത്തിയിട്ടുണ്ട്: ഇക്വാലിറ്റി, ഫെഡറേഷൻ, ലിബർട്ടി ആൻഡ് ജസ്റ്റിസ്. ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് ആദ്യകാലത്ത് തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിനുശേഷമാണ് ഈ സോഷ്യലിസ്റ്റ് എന്നും സെക്യുലർ എന്നൊക്കെ വാക്കുകൾ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു നിർത്തിക്കൊണ്ട് ഇന്ദിരാഗാന്ധി ഭരണഘടനാ ഭേദഗതിയിലൂടെ ഇന്ത്യൻ ഭരണഘടനയിൽ കൊണ്ടുവരുന്നത്. ആദ്യം അതിന് ഇതുണ്ട്, ഈ കാഴ്ചപ്പാടുണ്ട്. പക്ഷേ ആ കാഴ്ചപ്പാട് പ്രായോഗികതയിലേക്ക് കൊണ്ടുവരാനും ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് മനുഷ്യൻ എന്ന രീതിയിൽ ലോകത്ത് എല്ലാവരും അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം. ഇതിനൊരു പരിഹാരം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിന്റെ പേര്, അത് മതമാകട്ടെ, രാഷ്ട്രീയമാകട്ടെ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംഘടനകളാകട്ടെ, അതിന്റെ തലയിൽ ആ ചുമരിൽ ചാരാതെ വ്യക്തിപരമായി നമുക്കതെങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയും, അത് പ്രായോഗികമാക്കാൻ കഴിയും, മറ്റുള്ളവരെ അതിനുവേണ്ടി പ്രേരിപ്പിക്കാൻ കഴിയും. ഇവിടെയാണ് വ്യക്തികൾ നന്നാവുമ്പോൾ കുടുംബം നന്നാവും, കുടുംബം നന്നാവുമ്പോൾ സമൂഹം നന്നാവും, സമൂഹം നന്നാവുമ്പോൾ രാജ്യം നന്നാവും. അങ്ങനെ ഒരു പരിവർത്തനം നടത്തുന്നതിന് ഓരോരുത്തരും വ്യക്തിപരമായി മുൻകൈയെടുക്കുന്ന ഒരു സാഹചര്യത്തിലല്ല ഇത് പ്രായോഗികമാക്കാൻ പറ്റില്ല. ഞാൻ അവിടെ ഒന്ന് ഇടപെടാൻ ആഗ്രഹിക്കുന്നത്, ഒന്ന് നോക്കൂ, നമ്മൾ ഒരുപക്ഷെ ഈ ജാതീയതയെക്കുറിച്ചും ഒക്കെ സംസാരിക്കുകയുണ്ടായി, അതിന്റെ ദുരന്തങ്ങളെക്കുറിച്ചും ഒക്കെ പറയുകയുണ്ടായി. അവിടെ നിന്നും നമ്മൾ മുന്നോട്ട് വരുന്നു. നേരത്തെ ഒരു ജാതിയെക്കുറിച്ചും അല്ലെങ്കിൽ ആ ജാതി ഇല്ലാത്ത അവസ്ഥയെക്കുറിച്ചും ഒക്കെയാണ് ഗുരുദേവൻ പറഞ്ഞത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ താങ്കൾ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി. ഈ ജാതിയെക്കുറിച്ചും മതത്തിനെക്കുറിച്ചും ഒക്കെയുള്ള ചർച്ചകൾ, ആ ഒരു സ്വത്വബോധം ഉണർത്തുന്ന ചർച്ചകൾ വല്ലാത്ത രീതിയിൽ ഈ കാലഘട്ടത്തിൽ നടക്കുന്നുണ്ടോ? ഒന്ന്, അതിനുമപ്പുറത്തേക്ക് ഇന്നത്തെ ഇത് ലൈവായി നടക്കുന്ന വെള്ളിയാഴ്ച നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാരായണ ഗുരു ദൈവമല്ല എന്ന് ഹൈക്കോടതിക്ക് ഇടപെട്ട് പറയേണ്ടി വരുന്ന രീതിയിലേക്ക് പോലും വന്നിരിക്കുന്നു. അതായത് ദൈവമല്ല എന്ന് ഉള്ള വ്യക്തികളെ ദൈവമാക്കി ചിത്രീകരിക്കുവാനുള്ള ചിന്തകൾ, ജാതിമത ചിന്തകൾ, ഇതെല്ലാം ഒരുപാട് നടക്കുന്നുണ്ടോ ഇന്നത്തെ കാലഘട്ടത്തിൽ? അല്ല, അതിനെ സംബന്ധിച്ചുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനൊരു ജഡ്ജ്മെന്റ് വന്നതായിട്ട് കേട്ടു. അതിന്റെ വിശദമായ വിവരങ്ങൾ അറിയില്ല. പിന്നെ ഗുരുദേവനെ സംബന്ധിച്ചിടത്തോളം ഗുരു എന്ന് പറയുന്നത് ഈ വിശ്വസാര തന്ത്രത്തിൽ പറയുന്നത് ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുർ ദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ എന്ന് പറയുന്നത് സനാതന ധർമ്മത്തിൽ സഗുണ ആരാധനയും നിർഗുണ ആരാധനയും 2 രീതി അവലംബിച്ചു പോരുന്നുണ്ട്. അതിലെ സഗുണ ആരാധനയിൽ
സൃഷ്ടിക്കും സ്ഥിതിക്കും സംഹാരത്തിനുമൊക്കെ ഉപാസനാമൂർത്തികൾ അംഗീകരിക്കുന്നുണ്ട്. അവിടെയാണ് ബ്രഹ്മാവും വിഷ്ണുവും മഹേശ്വരനും ഒക്കെ വരുന്നത്. ഇവിടെ ഗുരു ബ്രഹ്മാവാണെന്ന് പറയുന്നു, ഗുരു വിഷ്ണുവാണെന്ന് പറയുന്നു, ഗുരു തന്നെയാണ് പരമശിവൻ എന്ന് പറയുന്നുണ്ട്. ഈ സഗുണാരാധനയുടെ തലത്തിൽ നിന്ന് നോക്കുമ്പോഴുള്ള ഈ ത്രിമൂർത്തികൾക്കും ആധാരമായിരിക്കുന്ന ആ പരബ്രഹ്മവും ഗുരു തന്നെയാണ്. ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. അങ്ങനെയുള്ള ഗുരുവിനായിക്കൊണ്ട് നമസ്കാരം എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് അവസാനിപ്പിക്കുന്നത്. ഇത് ശ്രീനാരായണ ഗുരുദേവന്റെ കാലത്ത് വന്നതല്ല, ഭാരതീയ ഗുരുക്കന്മാരുടെ പരമ്പരയെക്കുറിച്ച് പണ്ടേ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അവിടെ ഈശ്വരനും മുകളിലാണ് ഗുരുവിന്റെ സ്ഥാനം. വ്യക്തമാണ്. ശ്രീ ഗംഗേശൻ, ഇതിനകത്ത് നമ്മളിതിങ്ങനെയൊക്കെ സംസാരിച്ച് പല വിവിധമായ കോണുകളിലൂടെ സഞ്ചരിച്ച് വരിക. കുടുംബം എന്നൊരു സങ്കല്പം ഇത്ര തീക്ഷ്ണമായിട്ടുള്ളത് ഭാരതത്തിൽ മാത്രമുണ്ട്. ഇത്ര തീക്ഷ്ണമായ കുടുംബസങ്കല്പമുള്ളത്. ആ കുടുംബസങ്കല്പത്തിന്റെ വേദി എന്ന് പറയുന്നത് വസുദൈവ കുടുംബം എന്നാണ് പറയുന്നത്. വസുധ ഏവ കുടുംബം. വസുധ എന്ന ഭൂമി, ഈ ഭൂമി മുഴുവൻ ഒരു കുടുംബമാണെന്ന് വിശ്വസിക്കുന്ന ഭാരതീയർ. അത് കാരണം നമ്മൾ കൂട്ടുകുടുംബമൊക്കെ ഒരു കാലം വരെ ഇവിടെ നിലനിന്നിരുന്നത്. ഇവിടെ വരുന്നതായ പക്ഷിയും അതുപോലെ തന്നെ മൃഗങ്ങളും ഇവിടുത്തെ സസ്യങ്ങളും ഇവിടെയുള്ള സകലരും ഈ കുടുംബത്തിന്റെ ഭാഗമാണ്. ഈ ശിവകുടുംബം എന്നുള്ള സങ്കല്പം തന്നെ അങ്ങനെ ഉണ്ടായതാണ്. പരസ്പരം വിദ്വേഷമുള്ള മൃഗങ്ങൾ ഓരോരുത്തരുടെയും വാഹനങ്ങളായിട്ട് തന്നെ ചിത്രീ, അതൊക്കെ പരസ്പരം സൗമ്യതയോടെ കളിയാടുന്നു എന്നുള്ളതാണ് അതിന്റെ സവിശേഷത. അപ്പോൾ ഈ പ്രപഞ്ചത്തെ മുഴുവൻ കുടുംബമാൻ, ആ കുടുംബമായി കാണാൻ കെൽപ്പുണ്ടായിരുന്ന സംസ്കാരത്തിന് ഈ ആധുനിക വിദ്യാഭ്യാസവും സംസ്കാരവും കൊണ്ടുവന്ന അണുകുടുംബം എന്നുള്ള ആ വ്യവസ്ഥയായിട്ട് ചേരാൻ പറ്റുന്നില്ല. അത് വലിയ പ്രശ്നമാണ്. ഇന്ന് കൂടുതലും ബഹുഭൂരിപക്ഷം കുട്ടികളും പഠിക്കുന്ന ഇംഗ്ലീഷ് വിദ്യാഭ്യാസമാണ്. ഏറ്റവും വരുമാനം കുറഞ്ഞതോ ആഗ്രഹിക്കുന്ന അവന്റെ കുട്ടിയെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടാൻ വിടാൻ വേണ്ടിയാണ്. അത് ഏത് രാഷ്ട്രീയ തലത്തിലായാലും ഏത് സാംസ്കാരിക മതതലത്തിലായാലും ഒക്കെ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിവേകാനന്ദൻ പറഞ്ഞൊരു വാക്യം എനിക്ക് ഓർമ്മ വരുന്നത്, ഇംഗ്ലീഷ് ഏറ്റവും കൂടുതൽ ഭാരതീയ സംസ്കാരം വിദേശത്ത് ഈ ഭാരതം കടന്ന് ശരിക്കും പ്രചരിപ്പിക്കുകയും അതുവരെ ഉണ്ടായിരുന്ന ഹീനമായ അവരുടെ വിശ്വാസങ്ങളെ മാറ്റുകയും ചെയ്ത ആളാണ് സ്വാമി വിവേകാനന്ദൻ. ഒറ്റ പ്രഭാഷണം, ഒറ്റ വാക്കുകൊണ്ട്. അമേരിക്കയിൽ എൻ്റെ സഹോദരി സഹോദരൻ അതൊറ്റ വാക്കുകൊണ്ടാണ് സാധിച്ചത്. അല്ല ഒത്തിരി പ്രഭാഷണങ്ങൾ, 3 മിനിറ്റ് വിളിക്കുക അനുവദിച്ച സമയം എന്നാലോചിക്കണം. ആ 3 മിനിറ്റുള്ള അദ്ദേഹം അതുവരെയുള്ള ഭാരതീയ മുഴുവൻ പിന്നെ മാറ്റിമറിക്കുകയാണ് നമ്മൾ കാണുന്നത്. ഞാൻ അവിടെ ഒന്ന് ഇടപെട്ടോട്ടെ. അതായത് ഡോക്ടർ പി ജെ വിൻസെന്റ് നേരത്തെ സൂചിപ്പിച്ചത് മതത്തിന്റെ കാര്യത്തിൽ, സംസ്കാരത്തിന്റെ കാര്യത്തിൽ, ഇത്തരത്തിലുള്ള വലിയ മഹത് ഗ്രന്ഥങ്ങളുടെ കാര്യത്തിൽ, മഹാന്മാരുടെ ചിന്തകളിലൊക്കെ ഈ പറയുന്ന ഒരു ഇക്വാലിറ്റിയും ഒക്കെ നിലനിന്നിരുന്നുവെങ്കിലും പ്രായോഗികമായി ജനതയിലേക്ക് വരുമ്പോൾ അതിലേക്ക് എത്തിക്കുവാൻ മതപരമായിട്ടുള്ള കാര്യങ്ങൾക്കോ ജാതിക്കോ കഴിഞ്ഞിട്ടില്ല. അതെന്തുകൊണ്ട്? അതിന്റെ കാരണം ഞാൻ പറയണത്. അപ്പൊ അങ്ങനെ ആ വിവേകാനന്ദൻ ആ ഭാഷയെക്കുറിച്ച് പറഞ്ഞെന്താണെന്നോ, ഇംഗ്ലീഷ് പഠിക്കുന്ന, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കിട്ടിയ ഒരു കുട്ടി മനസ്സിലാക്കുന്നത് എൻ്റെ അച്ഛൻ ഒരു വിഡ്ഢിയാണെന്നാണ്. അദ്ദേഹം പറഞ്ഞ വാക്ക് എൻ്റെ വാക്കല്ല. അവൻ മനസ്സിലാക്കുന്നത് അച്ഛൻ വിഡ്ഢിയാണെന്നും അവന്റെ അച്ഛൻ്റെ അച്ഛൻ ഒരു കഴുതയാണെന്നും എൻ്റെ പൂർവികൻ ഒരു കുരങ്ങാണെന്നുമാണ്. അതാണ് നിങ്ങൾ ഈ ഭാരതത്തിലെ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം നോക്കി. അവിടെ ഏതെങ്കിലും ഇത് ഞാൻ പറഞ്ഞ വാക്കല്ല, എന്നെ തെറ്റിദ്ധരിക്കരുത്, വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞതാണ്. ഏതെങ്കിലും ഇന്നത്തെ ഈ 10ാം ക്ലാസ്സോ 12ാം ക്ലാസ്സിലോ പഠിക്കുന്ന ഒരു ഗ്രന്ഥത്തിന് നിന്റെ അച്ഛനെ ഈശ്വരനെ പോലെ കാണണം, നിന്റെ അമ്മയെ ഈശ്വരനെ പോലെ കാണണം, നിന്റെ വീട്ടിലുള്ള അതിഥിയെ ബഹുമാനം ഈശ്വരനെ പോലെ കാണണം, ഒരു വാക്ക് നിങ്ങൾക്ക് കാണിച്ചിട്ട് സാധിക്കുമോ? ഭാരതത്തിന് പുറത്തുള്ള ഏതെങ്കിലും ഭാഷയിൽ അങ്ങനെ ഒരു വാക്ക് കാണാൻ സാധിക്കുമോ? അമ്മയും അച്ഛനെയും അതിഥിയെയും തന്റെ ഗുരുവിനെ ഈശ്വരനെ പോലെ കാണണം, നിന്റെ സഹജീവികളെ, നിന്റെ അയലോക്കംകാരൻ നിന്നെ പോലെ കാണണം എന്നൊക്കെ പറഞ്ഞ ഒത്തിരി വേദവാക്യങ്ങൾ തന്നെയുണ്ട്. ഇതൊന്നും അതിന് പഠിക്കാൻ സൗകര്യമില്ല. ക്രിസ്ത്യാനിക്കും മുസ്ലിം ഒരു ഗുണമുണ്ട്, ഞാനവരെ ബഹുമാനിക്കുന്നു. അവരൊന്നും ഒരു ഹിന്ദു സംസ്കാരത്തിന് കോട്ടം തെറ്റിച്ചാണ് എനിക്ക് തോന്നിയിട്ടില്ല. അവരവരുടെ സംസ്കാരം ശരിക്കും വളർത്താൻ ശ്രമിക്കുന്നുണ്ട്, അത് തെറ്റല്ല, അത് അവകാശം അത് വളരാൻ. അവന്റെ ക്രിസ്ത്യാനിക്ക് സൺഡേ സ്കൂളിൽ അവരുടെ ആ ധർമ്മത്തെക്കുറിച്ച് കിട്ടുന്നുണ്ട്, മുസ്ലിമിന് അവരുടെ ഒത്തുപള്ളിക്കൂടത്ത് തന്നെ കിട്ടുന്നുണ്ട്. ഈ ഭാരതീയ അല്ലെങ്കിൽ കേരളത്തിലുള്ള ഈ ഭാരതീയ എന്ന് പറഞ്ഞ് അവശേഷിക്കുന്ന ഈ ഹിന്ദുക്കൾക്ക്, പല ജാതിയിൽപ്പെട്ട് നട്ടം തിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പറഞ്ഞോടെ എടുക്കുന്ന ഹിന്ദുക്കൾക്ക് ഇവിടെ ഏതെങ്കിലും ദേവസ്വം ക്ഷേത്രത്തിൽ ഒരു മതപാഠശാല വേണ്ട, അവന്റെ ധർമ്മം പഠിപ്പിക്കുന്ന കേന്ദ്രം ഇന്നില്ല. ഇതെവിടെ നിന്ന് കിട്ടും? പള്ളിക്കൂടി പഠിപ്പിച്ച പഠിപ്പിക്കാൻ സമ്മതിക്കില്ല. അത് വളരെ ശ്രദ്ധേയമായ ഒരു നിരീക്ഷണമാണത് സ്വാമിജി പറഞ്ഞത്. പക്ഷെ ഇതിലൊരു പ്രതിസന്ധി എനിക്ക് തോന്നുന്നത്, നമ്മളുടെ ദൈനംദിന ജീവിതത്തിലേക്ക് ഈ തുല്യതാ സങ്കല്പത്തെ പരിവർത്തനം ചെയ്യാൻ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഈ ദർശനങ്ങളൊക്കെ ശരിയാണ്. ഇപ്പം മതത്തെ സംബന്ധിച്ച് മതം ടോയിൻബീർ മനോഹരമായ നിർവചനം അതിന് കൊടുത്തിട്ടുള്ളത് നൈതികതയുടെ ലാവണ്യശാസ്ത്രമാണ് മതം എന്നാണ്.
അപ്പോൾ ആ അർത്ഥത്തിൽ ഏറ്റവും ലാവണ്യമുള്ള ഒരു മതം, ഒരു സങ്കല്പമാണ് ഭാരതീയർക്കുള്ളത്. പക്ഷെ ഈ മതം തന്നെ അടിച്ചമർത്തലിന് ഉപാധിയായി. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ തമിഴിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ അതിന് അവതാരിക എഴുതിയത് EV രാമസ്വാമി നായ്ക്കനാണ്, സമധർമ്മ അരിക്കൈ എന്ന പേരിൽ. അതിൽ എന്തുകൊണ്ട് ജാതി വ്യവസ്ഥക്കെതിരായി കലാപം ഉയർന്നു വന്നു, ജാതി വ്യവസ്ഥ എങ്ങനെ മനുഷ്യനെ അടിമവൽക്കരിക്കുന്നു, അത് രസകരമായി എഴുതിയിട്ടുള്ളത്, ഇൻ ദ നെയിം ഓഫ് ഗോഡ് ആൻഡ് റിലീജിയൻ എ കോൺഷ്യസ്നെസ് ഹാസ് ബീൻ ഇൻസ്റ്റിൽഡ് ഇൻ ദം ദാറ്റ് ബീയിങ് ഇൻ എ സ്റ്റേറ്റ് ഓഫ് സബ്ജുഗേഷൻ ഈസ് ദ വിൽ ഓഫ് ഗോഡ് ആൻഡ് മീൻസ് ഓഫ് സാൽവേഷൻ എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നുവെച്ചാൽ മതത്തിന്റെയും ദൈവത്തിന്റെയും പേരിൽ തന്നെയാണ് അവനിൽ ഇത്തരത്തിലുള്ള അടിമ മനോഭാവം കുത്തിവെച്ചിരിക്കുന്നത്. അതിപ്പോഴും തുടരുകയാണെന്ന് കാണണം. അതുകൊണ്ടാണ് ഒരു പുലയൻ അവന്റെ പുലയത്വം തന്നെയാണ് എന്റെ വിമോചനത്തിലുള്ള മാർഗമെന്ന് കരുതിയ കാലത്ത് അവൻ ഒരു കാരണവശാലും ജാതി വ്യവസ്ഥയ്ക്കെതിരായിട്ടുള്ള കലാപം വരില്ല. BC 73 മുതൽ 71 വരെ റോമിൽ അടിമകൾ സ്പാർട്ടാക്കസിന്റെ നേതൃത്വത്തിൽ കലാപം നടത്തി. അതിനേക്കാൾ എത്രയോ രൂക്ഷമായ ജാതി വ്യവസ്ഥ ഇവിടെ നിലനിന്നിട്ട് ഈ 18, 19 നൂറ്റാണ്ടിലല്ലാതെ ചരിത്രകാലത്തിലൊന്നും ജാതി വ്യവസ്ഥയ്ക്കെതിരായിട്ടുള്ള ജനകീയ മുന്നേറ്റങ്ങൾ ഉണ്ടായിട്ടില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം ഈ അടിമ മനോഭാവം അത്ര തീവ്രമായി രൂഢമൂലമായി ബാബു, ഈ പറഞ്ഞ മനോഭാവത്തിനെ കുറിച്ചുമൊക്കെ താങ്കൾക്ക് പ്രതികരിക്കാം. അതോടൊപ്പം എന്റെ ഒരു ചോദ്യം, നേരത്തെ ഗുരുദേവൻ പറയുകയുണ്ടായി, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്നുള്ള വാക്യം പറയുകയുണ്ടായി. ഭാരതീയ സംസ്കാരത്തിന്റെ ലോകത്തിന് മുഴുവൻ ഒന്നുപോലെ കാണാൻ വേണ്ടിയിട്ടുള്ള ആ ലോകാസമസ്ത സുഖിനോ ഭവന്തു പറയുകയുണ്ടായി. ഇത്തരത്തിൽ മഹത്തരമായ സമ്പ്രദായങ്ങളും മഹത്തരമായ ചിന്തകളും ഒക്കെ നിൽക്കുമ്പോഴും നമ്മൾ സ്വാമി പറഞ്ഞതിനെ എടുത്തു കഴിഞ്ഞാൽ ക്രിസ്ത്യാനിയുടെ മതം പഠിപ്പിക്കുന്നു, ഇസ്ലാമിന്റെ മതം പഠിപ്പിക്കുന്നു. എന്തുകൊണ്ട് ഹിന്ദുവിന്റെ മതം കൂടെ പഠിപ്പിക്കുന്ന രീതിയിലേക്ക് വന്നുകൂടാ? ഈ പറഞ്ഞ ഓരോ മതങ്ങൾക്കുള്ളിലെയും ജാതികളെ എടുക്കുക, ആ ജാതികളുടെ പേരിൽ സംഘടനകൾ വരുന്നു. ആ ജാതികളുടെ പേരിൽ ജാതിയെ തന്നെ ഉദ്ബോധിപ്പിച്ചുകൊണ്ട് സംഘടനകൾ രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ ഇടപെടുന്നു. അപ്പോ ഈ ജാതീയതയ്ക്ക് ഒരു സമയത്ത് ഉണ്ടായിരുന്ന മേൽക്കോയ്മ, അതിനെ ഒന്ന് താഴ്ത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിച്ച നവോത്ഥാന നായകന്മാർ, എന്നാൽ ഇന്ന് ഒരു നൂറ്റാണ്ട് ഇപ്പുറത്തേക്ക് നിൽക്കുമ്പോൾ തിരിച്ചതേ ജാതീയതയുടെ ചിന്തയിലേക്ക് തന്നെയാണോ നമ്മുടെ സംസാരങ്ങളും നമ്മുടെ പ്രവർത്തികളും ഒക്കെ വീണ്ടും പിന്നിലേക്ക് നടക്കുകയാണോ ഇവിടെ? നേരത്തെ ശ്രീ ബാബു പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട പോയിന്റുണ്ട്. രാഷ്ട്രീയക്കാർ ഈ ജാതീയതയെ ഉപയോഗപ്പെടുത്തുന്നു ഇപ്പോഴും. അതുകൊണ്ട് താഴേക്കിടയിലുള്ള ആളുകൾ അഭിവൃദ്ധിയിലേക്ക് പോവാതെ ഇപ്പോഴും സാമൂഹ്യമായ ഉച്ചനീചിതങ്ങൾ പെട്ടുകിടക്കുന്നു എന്ന ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തുകയുണ്ടായി. അത് വളരെ ശരിയായ ഒരു കാര്യമാണ്. എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും പ്രഖ്യാപിത ലക്ഷ്യം എന്ന് പറയുന്നത് ഈ സമൂഹത്തിലെ ഇത്തരം ചങ്ങലകളിൽ നിന്ന് എല്ലാ മനുഷ്യരെയും വിമോചിപ്പിക്കുക എന്നുള്ളതാണ്. പക്ഷേ ആ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ സാധിച്ചെടുക്കാൻ വേണ്ടി കുറെ ആളുകൾ നടത്തിക്കൊണ്ടുപോകുന്ന ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇവരെ ഉപയോഗപ്പെടുത്തുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. ഇപ്പോ പുലയന്റെ സ്വത്വം നിലനിർത്തണം എന്ന ഒരു ആശയം വെച്ചു കൊടുക്കുമ്പോൾ ഈ ജാതി വ്യവസ്ഥയെ വീണ്ടും കഠിനമായ രീതിയിൽ, രൂക്ഷമായ രീതിയിൽ നിലനിർത്താനാണ് അവർ ശ്രമിക്കുന്നത്. ഇസ്ലാമികമായാലും ക്രൈസ്തവമായാലും ഹൈന്ദവമായാലും അതിനകത്തുള്ള ഉച്ചനീചിത്വങ്ങളെയെല്ലാം നിലനിർത്തിക്കൊണ്ട് അതിൽ പണ്ടേ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെ ആ തരത്തിൽ തന്നെ പുതിയ കാലത്തും നിലനിർത്തിക്കൊണ്ട് എക്കാലത്തുമുള്ള മേലാളന്മാർ, അധികാരത്തിലിരിക്കുന്നവർ അതിന് ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അത് വളരെ അപകടം പിടിച്ച ഒരു പ്രവണതയാണ് ശരിക്കും. ഞാൻ ഒന്ന് അവിടെ ചോദിക്കുന്നത്, ഈ പറയുന്ന പ്രവർത്തനങ്ങളെല്ലാം രാഷ്ട്രീയക്കാർ മാത്രമാണോ ഈ പറയുന്ന മതത്തിനെക്കുറിച്ചും ജാതിയെക്കുറിച്ചും സ്വത്വത്തിനെക്കുറിച്ചും ഒക്കെ തന്നെ ഉദ്ബോധിപ്പിക്കുവാനും ആൾക്കാരുടെ ഇടയിലേക്ക് പ്രചരണം നടത്തുവാൻ ശ്രമിക്കുന്നത്? ഈ ജാതിയുടെ മുൻനിരയിൽ നിൽക്കുന്നു എന്ന് പറയപ്പെടുന്ന വ്യക്തികളോ അല്ലെങ്കിൽ സംഘടനകളോ ഒക്കെ തന്നെ വല്ലാത്ത രീതിയിൽ കഠിനമായി പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നതും ഇതേ ചിന്ത ആൾക്കാരുടെ മനസ്സിലേക്ക് കൊടുക്കാൻ തന്നെയല്ലേ? രാഷ്ട്രീയ സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഭാരതത്തിൽ ഉണ്ടാകുന്ന എല്ലാ മാറ്റങ്ങൾക്കും പ്രധാനപ്പെട്ട ചുക്കാൻ പിടിക്കേണ്ടതും ദിശാബോധം നൽകേണ്ടതും ആയത് രാഷ്ട്രീയ അധികാരികൾ തന്നെയാണ്. ഒരു രാഷ്ട്രത്തിന് മേൽ രാഷ്ട്രീയ അധികാരത്തിലിരിക്കുന്ന ഭരണാധികാരികൾക്ക് ഉണ്ടാകുന്നത്ര മേൽക്കോയ്മ മറ്റാർക്കും ഉണ്ടാകുകയില്ല. രാഷ്ട്രീയമായ മാറ്റങ്ങളിലൂടെ സാധാരണ മനുഷ്യന്റെ ജീവിതത്തിൽ നന്മകൾ കൊടുക്കാൻ കഴിയാത്ത, ഗുണനിലവാരം ജീവിതത്തിൽ ഉയർത്തിക്കൊടുക്കാൻ കഴിയാത്ത ഒരു രാഷ്ട്രീയ ശക്തിയും ഒരു ഭരണാധികാരിയും അതിൽ അങ്ങനെ ഇരിക്കാൻ അർഹതയുള്ളവരല്ല. ഭാരതത്തിന്റെ രാഷ്ട്രീയ ഭരണ ചരിത്രം പരിശോധിച്ചാൽ, സ്വാതന്ത്ര്യാനന്തരമുള്ളത് പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായി മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. സാധാരണ ജനങ്ങൾക്ക് വേണ്ടി ഒരു ഭരണം കാഴ്ചവെക്കാനോ അവരുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഏതെങ്കിലും തരത്തിലുള്ള സാമൂഹിക, സാമ്പത്തിക, വിദ്യാഭ്യാസ മാറ്റങ്ങൾ ഉണ്ടാക്കാനോ ഇതിനു മുമ്പുണ്ടായിരുന്ന ഒരു ഭരണാധികാരികളും ശ്രമിച്ചിട്ടില്ല. ഇപ്പോൾ മാറ്റങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരു പരിശ്രമം നടക്കുന്നു എന്ന് പറയുന്ന ഒരു ഗവൺമെന്റ് നമുക്കുണ്ട്.
ഉണ്ടായേക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അത് എല്ലാ ബഹുമാനത്തോടും അതൊരു ഓവർ സ്റ്റേറ്റ്മെന്റ് ആയിപ്പോയി. അതെ. ഇതുവരുമ്പം നമ്മൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഇന്ന് ഈ രൂപത്തിലെത്തിയത് നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിന്റെ പാരമ്പര്യം, അതിനുശേഷം മുതൽ എത്രയോ പ്രഗത്ഭരായിട്ടുള്ള ഭരണാധികാരികൾ. ഇതിപ്പോ ഒരു ഉണ്ടിരുന്നതായവർക്ക് ഒരു വിളിയുണ്ടായെന്ന് പറഞ്ഞാൽ ഒരു സുപ്രഭാതത്തിലുണ്ടായ രാജ്യമൊന്നുമല്ല ഇന്ത്യ. ഇന്ത്യ ഇന്ന് ലോകത്തിലെ ഏറ്റവും ശക്തമായ രാജ്യങ്ങളൊന്നായി മാറിയത് 47-ന് ശേഷവും അതിനു മുമ്പും ഒക്കെയുള്ള ഒരു വലിയ രാഷ്ട്രീയ സാംസ്കാരിക പ്രക്രിയയുടെ ഫലമായിട്ടാണ്. അത് ഇന്ന് മാത്രം മാറ്റമുണ്ടായി എന്ന് കരുതുന്നത് ശരിയല്ല. മാത്രമല്ല